الله وبركاته. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والسعة شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك ونبيك سيدنا محمد سيد الأنبياء والمرسلين المبعوث إلى كافة الخلق أجمعين ليخرجهم من الظلمات إلى النور وعلى آله وأصحابه وعترته أجمعين. كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم ثمانية يومئذ تعرضون لا تخفى منكم خافية. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال نبينا وسيدنا وشفيعنا محمد صلى الله عليه وسلم أتدرون من السابقون إلى ظل الله يوم القيامة؟ قالوا الله ورسوله أعلم. قال الذين إذا أعطوا الحق قبلوا وإذا سئلوا بذلوا وحكموا للناس كحكمهم لأنفسهم. روينا حديثا في الصحيحين 7 يظلهم المولى بخير ظلاله يظله في ظله الله يوم لا سوى ظله ظل فهاك مقالي. إمام له عدل ومن في عبادته نسى بالتقى لله لا بضلالي. ومن قلبه يهوي المساجد دائما تعلقه فيها بغير زوال. وشخصان في الله الكريم تحاببا
بحال افتراق منهما ووصالي وإني أخاف الله من قال عندما دعت ذات عالم منصب وجمالي ومتصدق نخف التصدق لم يكن بما أنفقت يمناه علم شمالي ومن ذكر الرب المهيمن خاليا ففاضت به عيناه خوف نكالي. വെൽഫെയർ അസോസിയേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, ഈ മഹത്തായ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഏറെ ആദരണീയരും അഭിമന്യരും പ്രേസ്തരും പ്രിയങ്കരരുമായ രക്ഷിതാക്കളെ, ഏറെ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ആദ്യ പാദ നമ്മളോട് വിട ചൊല്ലാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹവർഷമാകുന്ന കാലവർഷത്തിന്റെ ആരംഭം അല്ലാഹു തആല ഒരു സമൂഹത്തിന് അവരോടുള്ള ദയാദാക്ഷിണ്യം കൊണ്ട് പെയ്തിറക്കിയ ഒരു രാവിന്റെ സമാപനം കുറിച്ചുകൊണ്ട് കടന്നു വന്ന പകലിലാണ് നാം ഒക്കെ നിലകൊള്ളുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അസുലഭ സമയങ്ങളെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത് 3 ഘട്ടങ്ങളിലാണെന്ന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് ഭൂമിയിലേക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്ത് പരിശുദ്ധമായ ഈമാനിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിതമായ ഒരു മനസ്സോടുകൂടി ബാക്കിയുള്ള ജീവിതത്തിൽ ദീനിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മറ്റൊരു സന്ദർഭം ദുആക്ക് ഉത്തരം കിട്ടുന്നത് ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത് ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു സമയം ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന സമയം പരിശുദ്ധമായ ദീനിനെതിരിൽ സമരസജ്ജരായി ശത്രു സമൂഹം സംഹാര താണ്ഡവം തീർക്കുന്ന സമയത്ത് അവരെ പ്രതിരോധിക്കാൻ മുസ്ലിങ്ങൾ സജ്ജരായി നിൽക്കുമ്പോൾ യുദ്ധം അതിന്റെ കെടുതികൾ വിതച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണെന്നാണ്. ആ സമയത്ത് അള്ളാഹിനോട് ചോദിച്ച ചോദ്യങ്ങൾ അള്ളാഹു അപ്പോൾ സ്വീകരിച്ച് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനിയുള്ള സമയം റമദാൻ മാസമാണ്. അങ്ങനെയുള്ള ഒരു മഹത്വമുണ്ട്. റമദാൻ എന്ന് പറയുന്ന റമദാനിലെ നോമ്പെടുത്തവരായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതോടൊപ്പം റബ്ബിന്റെ റഹ്മത്തിന്റെ വർഷം, മഴത്തുള്ളിയുടെ വർഷം, ദാഹിച്ചു വലഞ്ഞു കിടക്കുന്ന മണൽത്തരികളെ, മൺതരികളെ ദാഹമകറ്റിക്കൊണ്ട് അല്ലാഹു തആല മഴത്തുള്ളികൾ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലവർഷത്തിന്റെ ആരംഭം കുറിക്കപ്പെടുകയാണ്. ആ സമയത്തൊക്കെയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. അല്ലാഹു തആല കഴിഞ്ഞ വർഷം പോലെ മഴയുടെ അളവ് കുറക്കാതെ അപകടരഹിതമായി നമ്മുടെ ആവശ്യങ്ങളും ദാഹങ്ങളും തീരുന്ന രൂപത്തിൽ നന്നായി അല്ലാഹു തആല മഴ വർഷിപ്പിച്ച് നമ്മുടെ ഭൂമിയെ സമ്പന്നമാക്കി തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. അല്ലാഹു തആല ഒരുപാട് ആളുകൾ വിവിധങ്ങളായ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നു. നമ്മുടെ ഈ സ്റ്റെയർ കയറി മുകളിൽ വരാൻ കാൽമുട്ട് വേദനയുള്ള ഒരു സഹോദരി
നമ്മുടെ ക്ലാസ്സിൽ വന്നുകൊണ്ട് ദുആ കേൾപ്പിച്ചിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തു. ആ സഹോദരി സന്തോഷം അറിയിച്ചിരുന്നു. കാലിന്റെ വേദന ആശ്വാസം വന്നിട്ടുണ്ട്. പ്രയാസമില്ലാതെ ഇപ്പോൾ സ്റ്റെയർ കയറി സദസ്സിൽ വരാൻ കഴിയുന്നുണ്ട്. ആ വിവരം പറയണമെന്ന് പ്രാർത്ഥന കൊണ്ടത് സുഖപ്പെട്ടിട്ടുണ്ടെന്ന് ആ സഹോദരി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ വേദനകളും അല്ലാഹു സുഖപ്പെടുത്തി തരുമാറാവട്ടെ. പടച്ചോന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാൻ ശാരീരികമായ തളർച്ചകളൊന്നുമില്ലാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മൾ നൽകുന്നത് നല്ലതാണ്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ ജീവിതം സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല അവരുടെ റഹ്മത്ത് കൊണ്ട് പുറത്തു കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് ആരോഗ്യസമ്പന്നമായ സന്തോഷ മനസ്സോടുകൂടിയുള്ള ജീവിതം നൽകി അല്ലാഹു തആല അവരുടെ ആനന്ദം കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല സ്കൂളൊക്കെ തുറന്ന് അവരെ പഠനത്തിൽ മുഖരിതാകേണ്ട സമയമാണ്. നല്ല ബുദ്ധിയോടുകൂടി പഠനത്തിൽ മുന്നേറാൻ, അതുവഴി റമദാനോടുകൂടി അവരുടെ മതപാഠശാലകൾ തുറക്കപ്പെടുകയാണ്. അവിടെയും ഭൗതിക പാഠശാലകളിലുമൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള കഴിവും ശേഷിയും ബുദ്ധിയും നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു കൊടുത്ത് അവരുടെ അറിവും കഴിവും പരിശുദ്ധ ദീനിനും നമുക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ 6 ലോകത്തെ ജീവിതങ്ങളാണ് കണക്കാക്കിയിരിക്കുന്നത്. എല്ലാ മനുഷ്യരും 6 ലോകങ്ങളിൽ ജീവിച്ചേ മതിയാകൂ. അതിൽ അവസാനത്തേത് മാറ്റി നിർത്തിയാൽ ആദ്യത്തെ 5 ലോകങ്ങൾ താൽക്കാലികങ്ങളാണ്, ശാശ്വതങ്ങളല്ല, താൽക്കാലികങ്ങളാണ്. ആ ജീവിത ലോകങ്ങളിൽ ഇപ്പോ ഞാനും നിങ്ങളുമുള്ളത് 3ാമത്തെ താൽക്കാലിക ജീവിത ലോകത്താണ്. 4ാമത്തെ ഒരു ലോകത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതൊരു വിഷയം തന്നെ വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ താൽക്കാലിക ലോകം, അതാണ് മഹ്ശർ എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ നമ്മുടെ ജീവിത ലോകം നമ്മുടെ പിതാവിന്റെ മുതുകിൽ ഒരു ശുക്ലബിന്ദുവായി നമ്മൾ ജീവിച്ച കാലഘട്ടമാണ്. ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത് മനുഷ്യന് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയത് ഓർമ്മയുണ്ട്. അന്ന് ആ മനുഷ്യൻ ഒരു പരിഗണനീയമായ വസ്തു ആയിരുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ദഹറിലൂടെ നമ്മളോട് പറയുന്നത് ആ വസ്തു എന്തായിരുന്നു എന്ന്. ഇന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഒരു കാലഘട്ടം നമുക്കൊക്കെ കഴിഞ്ഞു പോയി. അന്ന് നമ്മളൊരു പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നില്ല. ഇന്നാണിപ്പോ ഓരോരുത്തരെയും കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പരിഗണന, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയ്ക്ക് ഒരു പരിഗണന, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിന് ഒരു സന്തോഷം, മാതാപിതാക്കളെ കാണുമ്പോൾ മക്കൾക്കൊരു ബഹുമാനം, മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു കാരുണ്യം ഒക്കെ തോന്നുന്നത് നമ്മൾ മനുഷ്യനായി വളർന്നു വലുതായപ്പോഴാണ്. അതിന്റെയൊക്കെ മുമ്പ് നമുക്കൊരു കാലഘട്ടം കഴിഞ്ഞു പോയി. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അതൊരു ലുത്ഫയായി, ഒരു ശുക്ലബിന്ദു. ശുക്ലബിന്ദുവിനെ നമ്മൾ അങ്ങനെ പരിഗണിച്ചിരുന്നില്ല. ആ ശുക്ലബിന്ദു താമസിച്ചിരുന്നത് നമ്മുടെ പിതാവിന്റെ മുതുകിലായി. അതൊരു താൽക്കാലിക താമസ കേന്ദ്രമായിരുന്നു, 1ാമത്തെ നമ്മുടെ താമസ കേന്ദ്രം. അവിടെ നിന്ന് നമ്മുടെ താമസം പിന്നീട് താൽക്കാലികമായി നമ്മൾ മാറി, വീട് മാറി. അതെങ്ങോട്ടാണെന്നറിയുമോ? ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്കാണ്. അർഹാമുൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ ഗർഭപാത്രത്തിലേക്ക്. ആ ശുക്ലബിന്ദു ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് വന്നു. അവിടെയും നമ്മൾ കുറെ കാലം ജീവിച്ചില്ല. കുറഞ്ഞു കാലം, കുറച്ചു മാസങ്ങൾ അവിടെ കഴിഞ്ഞപ്പോ അവിടുത്തെ താമസം നമുക്ക് മടുത്തു, അല്ലെങ്കിൽ മതിയാക്കി നമ്മൾ വന്നു. രണ്ടുപേരെയും നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുന്ന, എന്നെ പേറി നടന്ന പിതാവിനെയും എന്നെ വഹിച്ചു നടന്ന മാതാവിനെയും നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭൂമിയിലേക്ക്. അതാണ് ആലമുൽ ദുന്യവി, ഈ ദുന്യവിയാകുന്ന ലോകം. ഇത് ഹയാത്തുൽ ദുന്യവിയ, ഇത് ദുന്യവിയായ ജീവിതമാണ്. ഇവിടെയും നമ്മൾ ശാശ്വതരല്ല, താൽക്കാലിക താമസക്കാരാണ്. നമ്മള് വത്തനിയാണെന്ന് പറയാൻ പറ്റില്ല, മുസ്തൗത്തിനല്ല, നമ്മൾ താൽക്കാലിക താമസക്കാരാണ്.
കാരണം എന്തുകൊണ്ട് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു, ഓരോ കാര്യങ്ങളും നമ്മളോട് ആ കാര്യം ഓരോ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മുടെ മുമ്പിലുള്ള ഓരോ കാഴ്ചകളും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മരണം അടുത്തു വരുന്നുണ്ട്. ഓരോ സെക്കൻഡും നീ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹ് നിനക്ക് കണക്കാക്കിയ ആയുസ്സിന്റെ ഹൃദയസ്പന്ദനങ്ങൾ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സൂചന നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിന്റെ ഇമകൾ ഇങ്ങനെ വെട്ടി തുറക്കുന്നതിന് പടച്ചോന്റെ അടുത്തൊരു കണക്കുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര തവണ അവന്റെ കണ്ണിന്റെ ഇമ വെട്ടി തുറക്കണം എന്ന് റബ്ബിന്റെ അടുത്ത് കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്കിനെ ഭേദിച്ചുകൊണ്ട് ഒരു തവണ പോലും നമ്മുടെ സ്വന്തം വകയായി കണ്ണിന്റെ ഇമ വെട്ടി തുറക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ് നമ്മുടെ ഈമാൻ. നമ്മുടെ ശ്വാസം വലിക്കുന്നു, അയക്കുന്നു. ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് തള്ളുന്നു. വീണ്ടും അത് അന്തരീക്ഷത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട് ഓക്സിജനാക്കി മാറ്റുന്നു. നമ്മുടെ വായുഗതി, ശ്വാസഗതി നിലനിൽക്കുന്നു. എത്ര തവണ ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കണമെന്ന് നമുക്കറിയില്ലെങ്കിലും അള്ളാന്റെ അടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കണക്ക് പുസ്തകത്തിൽ അതിന്റെ കൃത്യമായ കണക്കുണ്ട്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. നമ്മുടെ നെഞ്ഞിന്റെ ഇടത് ഭാഗത്തേക്ക് നമ്മുടെ കൈപ്പത്തി ഒന്ന് ചേർത്ത് വെച്ചാൽ അവിടെയാണ് ഹൃദയം സ്പന്ദിക്കുന്നത്. ക്ലക് 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 എന്നുള്ള കാത് ചേർത്ത് വെച്ചാൽ കൃത്യമായി കേൾക്കാൻ പറ്റുന്ന ഒരു സ്പന്ദന സ്വരം. ഓരോരുത്തരുടെയും ഹൃദയത്തിന് 3/4 സെക്കൻഡിൽ ഒരിക്കലാണ് ഹൃദയം സ്പന്ദിക്കേണ്ടതെന്ന് ആരോഗ്യവാനായ ഒരു മനുഷ്യൻ. അതാണ് ആരോഗ്യശാസ്ത്രം നമ്മളോട് പറയുന്നത്. അതിനേക്കാൾ കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അവിടെയാണ് പ്രഷറും മറ്റു കാര്യങ്ങളും മനുഷ്യനെ നിയന്ത്രിക്കണമെന്ന് പറയുന്നത്. 3/4 സെക്കൻഡിലാണ് ഒരു തവണ നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നത്. ആ സ്പന്ദനം എത്ര തവണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയം മിടിക്കണം എന്ന് അള്ളാന്റെ കണക്ക് പുസ്തകത്തിൽ കൃത്യമായ എന്റെയും നിങ്ങളുടെയും നാമം എഴുതി ചേർത്തേടത്തൊരു കണക്ക്. എല്ലൂർക്കാരനായ അബ്ദുൽ അസീസിന്റെ ഹൃദയം ഇത്ര തവണ മിടിച്ചാൽ മതി എന്ന് അള്ളാഹ്ക്ക് ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തെ മറികടക്കാൻ ലോകത്ത് ഒരു വൈദ്യശാസ്ത്ര ശക്തികൾക്കും സാധ്യമല്ല എന്നതാണ് ഈ. ഇങ്ങനെ ആലോചിച്ചാൽ എല്ലാത്തിനും. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തെ ജീവിതം നമ്മുടേത് അസ്തമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രഭാതം കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ നട്ടുച്ചയും കഴിഞ്ഞു. നമ്മളിപ്പോൾ പലരും അസറിന്റെ വഖത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതാണ്ട് താടിയും തലയൊക്കെ നിരച്ചിട്ട് മഗ്രിബിന്റെ ബാങ്കുലി മുഴങ്ങലോടുകൂടി നമ്മുടെ ജീവിതം അസ്തമിക്കാൻ അടുത്തിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. മരണം ഖൈറാകുമ്പോൾ ഈമാനുള്ള മരണം തരട്ടെ. ഈ കൂട്ടത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് പറയാം. ചെറിയ കുട്ടികൾ മുതൽ വാർദ്ധക്യം ചെന്നവർ വരെയും ജീവിതം ഒരു മനുഷ്യന് 5 ഘടകങ്ങളാണ്. 5 ഘടകങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതം. 5 സ്റ്റേജുകളിൽ വിഭജിതമാണ്. 6 ലോകത്തെ ജീവിതം എന്നതുപോലെ തന്നെ ഒരു മനുഷ്യൻ 5 ഘട്ടങ്ങളിലാണ് അവന്റെ ജീവിതം കടന്നു പോകുന്നത്. 1 അവന്റെ ശൈശവ കാലഘട്ടമാണ്. 2 അവന്റെ ബാല്യകാലഘട്ടമാണ്. ശൈശവം എന്ന് പറഞ്ഞാൽ മാതാവിന്റെ മടിത്തട്ടിൽ മലർന്ന് കിടന്ന് കരയാനല്ലാതെ കഴിവാർജിക്കാത്ത ഒരു കാലം. അങ്ങനെ ഒരു കാലം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. തുഫൂലിയത്ത് എന്ന് ശൈശവ കാലഘട്ടം. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കടന്നു വന്നത് പുള്ളിപ്പാവാടയണിഞ്ഞ് പുള്ളി ട്രൗസർ അണിഞ്ഞ് പൂത്തുമ്പികളെ പോലെ പാഠശാലകളിലേക്ക് പുസ്തകക്കെട്ടും മാറോട് ചേർത്ത് വെച്ച് പാറിപ്പറന്ന് നടന്നിരുന്നൊരു കാലം. അതാണ് ബാല്യം. ആ ബാല്യകാലഘട്ടം അത് 2ാമത്തെ സ്റ്റേജാണ് മനുഷ്യ ജീവിതത്തിന്റെ. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെത്തുന്നത് കുരുത്തക്കേടിന്റെ അജണ്ടകൾ മാനസാന്തരങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന കൗമാര ജീവിതങ്ങളാണ്. അവിടുന്നാണ് മനുഷ്യൻ കുരുത്തക്കേടും വികൃതിയും കൂടുതലായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. കൗമാരം. അതാ നേരത്തെ ഹാജിക്ക പറഞ്ഞത്, നാളെ വരുമ്പോ കൗമാരത്തിലുള്ള കുട്ടികളെ കൊണ്ടുവരണം. എന്തിന്? വിവാഹം നാം അറിയേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ്. പെണ്ണ് കെട്ടി കണ്ണ് പൊട്ടിയ ആളുകളാണ് എന്റെ സദസ്സിൽ അധികമുള്ളത്. അവരോട് വിവാഹം നാം അറിയേണ്ടത് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒന്നായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ബാക്കി ജീവിതത്തിൽ ശ്രദ്ധിക്കാനുള്ളതാകാം. വിവാഹത്തെ കുറിച്ച് കൂടുതൽ അറിയേണ്ടത് വിവാഹത്തിന് മുമ്പുള്ള വിവാഹപൂർവ്വ ജീവിതങ്ങളിലുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നാളെ സ്കൂൾ അവധിയാണ് അല്ലേ?
നാളെ ഹോളിഡേ ആണ്, ഒഴിവ് ദിവസമാണ്. അതുകൊണ്ട് കുട്ടികളെ നിർബന്ധമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. സ്കൂളൊന്നും ഇല്ലാലോ, ഞാലേസം ഉറങ്ങട്ടെ എന്ന് പറയണ്ടാവും. ഉറക്ക് വന്നിട്ടാകാം വാ മോളെ എന്ന് പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത അറിവ് ദീനിന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഒരു കാലഘട്ടം മനുഷ്യന്റെ ജീവിതത്തിലുള്ള കൗമാരം, കുരുത്തക്കേടിന്റെ വികൃതിയുടെ വളരെ മോശമായ അജണ്ടകൾ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന കാലം. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെത്തുന്ന അവന്റെ ജീവിതത്തിന്റെ 4ാമത്തെ ദശയിലേക്കാണ്. അതാണ് മനുഷ്യന്റെ യൗവനം. ആ യൗവനത്തിലേക്ക് മനുഷ്യനെത്തുമ്പോ അത് കഴിഞ്ഞാൽ പിന്നെ ആ യൗവനവും അവന്റെ എല്ലാ വികൃതികളും തലപൊക്കുന്ന കാലഘട്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ അവസാന സ്റ്റേജിലേക്ക് എത്തുകയാണ്. ആ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ ഒരു സ്റ്റേജ് അവന്റെ ജീവിതത്തിലില്ല ദുനിയാവിൽ. അതവന്റെ വാർദ്ധക്യമാണ്. ആ വാർദ്ധക്യം ആടിയാടിയ 3 കാല്, ആട്ടം വിട്ടാൽ 6 കാൽ. നമ്മൾ ആടി നടക്കാൻ കഴിയാതെ 2 കാലിന്റെ ശക്തി പോരായിട്ട് കയ്യിൽ ഒരു വടി കൂടി പിടിച്ചിട്ട് 3 കാലും നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലേ, ഇപ്പോ അങ്ങനെ വടിക്ക് പകരം വീൽ ചെയറുകളാണ് കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത്. പണ്ട് കാലത്ത് വയസ്സന്മാരുടെ കയ്യിൽ ഒരു വടിയാണ്, ഊന്നുവടി. അങ്ങനെ ഒരു 5 ലോകത്തെ 5 സ്റ്റേജിലെ ജീവിതമാണ് നമുക്കുള്ളത്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കേണ്ടത്, എനിക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന ആ 5 സ്റ്റേജുകളിലെ അഭിനയത്തിൽ ഞാൻ അവസാനം എത്തിയിരിക്കുന്നത് എവിടെയാണ്? അല്ലാഹു നമ്മുടെ പിന്നിട്ട എല്ലാ ജീവിതങ്ങളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് നമ്മുടെ 3ാമത്തെ ലോക ജീവിതമാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് ബർസഖ് എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക്. ആ ബർസഖ് എന്ന് പറയുന്ന ലോകത്തേക്ക് നമ്മൾ എത്തുമ്പോ അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശാശ്വതരല്ല, താൽക്കാലിക താമസക്കാരാണ്. ഖബറിൽ കുറെ കാലം ജീവിക്കൂല നമ്മൾ. മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഉമ്മത്തി ഹാദിഹി ഔ ആഖിറുഹാ വ അവ്വലുഹാ. എന്റെ ഈ ഉമ്മത്തികൾ അവസാനം വന്നവരും ആദ്യം വിളിക്കപ്പെടുന്നവരുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ഉമ്മത്തികൾ അവസാനം വന്നവരാണ്, എന്നാൽ ആദ്യമായിട്ട് വിളിക്കപ്പെടുന്നവരാണ്. നാളെ മഹ്ശറയിൽ നമ്മൾ എത്തുമ്പോൾ ആദ്യം വിചാരണയ്ക്ക് വിളിക്കുന്നത് അവസാനം വന്ന നമ്മളെയാണ്. അല്ലാഹു നമ്മുടെ വിചാരണ എളുപ്പം ചെയ്തു തരട്ടെ. അത് നമുക്ക് അല്ലാഹു തആല വലിയൊരു ഫദ്ലാണ്. കാരണം എന്തുകൊണ്ട്? അത് ബർസഖ് എന്ന ലോകത്ത് നമുക്ക് പറയാം. അവിടെ ആദ്യമായി വിളിക്കപ്പെടുന്നവ ഇന്ന ഉമ്മത്തി ഹാദിഹി ഖൈറുഹാ വ ആഖിറുഹാ. മറ്റൊരു ഹദീസിൽ കാണാം, എന്റെ ഉമ്മത്തികൾ ഏറ്റവും ഉത്തമരായ ഉമ്മത്തികളാണ്, അവരവസാന ലോകത്ത് വരാൻ വിധിക്കപ്പെട്ടവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഖബറിലേക്ക് ചെന്നാൽ ആ ഖബറിൽ നമ്മൾ ചെന്ന് കിടക്കുന്ന കാലഘട്ടത്തിനൊരു പരിധിയുണ്ട്. അനന്തസാധ്യമായ കാലത്ത് അവിടെ കിടക്കേണ്ടതില്ല. അറ്റമില്ലാത്ത കാലം ഖബറിൽ കിടക്കേണ്ടവരല്ല നമ്മൾ. ആ ഖബറിൽ നമ്മൾ കിടന്നു കഴിയുമ്പോ ഇനി ഒരു നബിയും ഉമ്മത്തികളും വരാറില്ല. അവസാനം ഖബറിലെത്തുന്ന ഉമ്മത്തികൾ നമ്മളാണ്. നമ്മുടെ മുഴുവൻ ആളുകളുടെയും ആയുസ്സിന്റെ അറ്റം കുറിക്കപ്പെടുന്ന ഘട്ടം വരുമ്പോ, ഖിയാമത്ത് നാൾ വരുമ്പോ, യൗമ തർജുഫുൽ അർളു വൽ ജിബാലു കാനത്തിൽ ജിബാലു കസീബൻ മഹീല. ഏറെ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടം, ഒരു ദിവസമാണത് പരലോകം, ഖിയാമത്ത് നാൾ. അന്ന് നമ്മളെ അല്ലാഹു തആല ഒരു മഹ്ശറയിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരെയും ഒരു മൈതാനത്തേക്ക് വിളിച്ചു കൂട്ടുകയാണ് വിചാരണയ്ക്ക് വേണ്ടി. ആ മഹ്ശറ ദിവസം നമ്മുടെ ജീവിത ലോകത്തെ, താൽക്കാലിക ജീവിത ലോകത്തെ 5ാമത്തെ ലോകമാണ്. 1 പിതാവിന്റെ മുതുക്, 2 മാതാവിന്റെ ഗർഭപാത്രം, 3 നമ്മളീ നിലകൊള്ളുന്ന ദുനിയാവ്, 4 ഖബർ, 5 മഹ്ശറ. 6ാമത്തേതാണ് ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്നുകിൽ സ്വർഗ്ഗം, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒന്നുകിൽ സ്വർഗ്ഗം അല്ലെങ്കിൽ നരകം. അല്ലാഹു നമ്മുടെ നരകത്തെ തൊട്ട് ഇത്ഖാക്കി തരട്ടെ, സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തി തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ 5ാമത്തെ ലോകമാകുന്ന മഹ്ശറ,
ആ മഹ്ശറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അവിടെയാണ് അർശിന്റെ തണൽ നൽകപ്പെടുന്നത്. ആ ദിവസം വളരെ ഭയാനകരമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ആ ദിവസത്തെ നമ്മൾ വല്ലാതെ ഭയപ്പെടണമെന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഖുർആനിന്റെ 73-ാം അധ്യായം സൂറത്തുൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലൻ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ എന്ന് തുടങ്ങുന്ന സൂറത്ത് മുസമ്മിൽ, ഖുർആന്റെ 73-ാമത്തെ അധ്യായം. അതിൽ അല്ലാഹു തആല പറയുന്നതിന്റെ 17-ാമത്തെ ആയത്തിൽ ഖിയാമത്ത് നാളിനെ കുറിച്ചും മഹ്ശറ ദിവസത്തെ കുറിച്ച് പറയുന്ന യൗമ തർജുഫുൽ അർളു വൽ ജിബാൽ, ആകാശഭൂമികൾ, അല്ലാഹുവിന്റെ ഭൂമിയും അതിലുള്ള പർവ്വതങ്ങളും വിറകൊള്ളുന്ന ദിവസമാണത്. വകാറത്തിൽ ജിബാലു കതീബൻ മഹീലാ, പറന്നു നടക്കുന്ന കാർമേഘങ്ങളെ പോലെ പർവ്വതങ്ങൾ ഒഴുകി നടക്കുന്ന ദിവസമാണത്. ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ ബിൽദാനു ശിബാ, കുഞ്ഞുമക്കൾ പോലും ആ ദിവസത്തിന്റെ ഭയാനകതയിൽ ഭയപ്പെട്ടുകൊണ്ട് തലമുടി നരച്ചു പോകുന്ന ദിവസമാണ്. അല്ലാഹു നമുക്ക് ആ ദിവസത്തിൽ അല്ലാഹു രക്ഷ നൽകുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. മനസ്സ് തുറന്നുകൊണ്ട് ആമീൻ പറയണം. നോമ്പുകാരാണല്ലോ, അല്ലാഹു നമ്മുടെ പരലോക ജീവിതം വിജയിപ്പിച്ചു തരട്ടെ. അന്നത്തെ ദിവസത്തിന്റെ ഭയാനകരമായ കെടുതി കൊണ്ട്, ബീഭത്സകമായ അവസ്ഥ കൊണ്ട് കയ്യിലിരിക്കുന്ന മുല കുടിക്കുന്ന പൈതൽ പോലും നരബാധിച്ചു പോകുമെന്ന് ഖുർആനാണ് പറഞ്ഞത്. അന്ന് നരച്ചു പോകും. ടെൻഷൻ കൂടുമ്പോൾ മനുഷ്യൻ നരക്കും, പെട്ടെന്ന് നരബാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് യൗമ യജ്അലുൽ ബിൽദാനു ശിബാ, അന്ന് കുഞ്ഞു മക്കൾ പോലും നരബാധിച്ചു പോകും. ആ ദിവസത്തെ നിങ്ങൾ വല്ലാതെ ഒന്ന് ഭയപ്പെടണമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ തുടർച്ച അവിടെ തന്നെ അറിയാം. നിങ്ങൾ ആ ദിവസത്തെ വല്ലാതെ ഭയപ്പെടണം. വീണ്ടും അല്ലാഹു തആല ഖുർആനിന്റെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 105-ാമത്തെ ആയത്ത് മുതൽ പറയുന്ന ആ ദിവസത്തെ കുറിച്ച്, വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ വയദറുഹാ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ لا يرى فيها عوجا ولا أمتا يومئذ يتبعون الداعي لا عوج له وخشعت الأصوات الرحمن فلا تسمع إلا همسا وعنت الوجوه للحي القيوم وقد خاب من حمل الظلما. ചിന്തിപ്പിക്കുന്ന ആയത്തുകളാണ്. സൂറത്തു താഹ 20-ാം അധ്യായം അല്ലാഹു തആല മഹ്ശറ ഒരുങ്ങുന്ന ദിവസത്തിന്റെ ഭീകരതയെ കുറിച്ച് പറയുന്നത്. അന്ന് ജനങ്ങൾ ചോദിക്കും, ഈ മഹാഭീമാകാരന്മാരായ വലിയ വലിയ പർവ്വതങ്ങളുണ്ടല്ലോ, വയനാടൻ ചുരം കയറുമ്പോൾ മടക്കുകൾ താണ്ടാതെ കടന്നു പോകാൻ കഴിയില്ല. ഏത് വഴിക്ക് പോയാലും പർവ്വതങ്ങൾ താണ്ടി പോകണം. മലയന്റെ മുകളിലാണ്. ശരിക്കും പറഞ്ഞാൽ മലപ്പുറം എന്ന് പേര് വെക്കേണ്ടത് വയനാടിനാണ്. കാരണം മലയന്റെ പുറത്തുള്ളത് മനസ്സിലായില്ലേ, മലപ്പുറം. മലപ്പുറത്തിന്റെ പേര് മാറ്റാനല്ല പറയുന്നത്. മലയുടെ പുറത്ത് താമസിക്കുന്ന വയനാട്ടുകാരാണ്. അപ്പോ ഏത് വഴിക്ക് പോയാലും മലമടക്കുകൾ താണ്ടിക്കടക്കാതെ കടപ്പോകാൻ കഴിയില്ല. എത്ര വലിയ പർവ്വതങ്ങളാണ്! അമ്പരചുംബികളായ ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളെ കണ്ടപ്പോ ജനങ്ങൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, ഈ പർവ്വതങ്ങളൊക്കെ എന്താകും അവസാനം എന്ന് ചോദിച്ചു. ഭൂമിയുടെ സന്തുലിതാവസ്ഥയുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു തആല ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ആണികളായി സൃഷ്ടിച്ചതാണ് പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങൾ ഇടിച്ചു തകർക്കുമ്പോഴാണ് പ്രകൃതിയുടെ താളം പിഴക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പർവ്വതങ്ങൾ തകരുമ്പോഴാണ്. അതുകൊണ്ട് ഈ പർവ്വതങ്ങൾ എന്താകാന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറയുന്നു, നബിയെ, തങ്ങളോട് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കും, അനിൽ ജിബാൽ, പർവ്വതങ്ങളെ സംബന്ധിച്ച് ചോദിക്കും, മലകൾ എന്താകും എന്ന് ചോദിക്കും.
തങ്ങൾ പറയേണ്ടത് അത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കാഹളം മുഴങ്ങുന്ന ദിവസം വന്നാൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ, അല്ലാഹു അതിനെ പൊടി പൊടിയാക്കി മാറ്റിക്കളയും, ധവളങ്ങളാക്കും, പൊടികളാക്കി തീർക്കും. അത് ഇടിഞ്ഞു തകർന്ന് തരിപ്പണമായി മണൽപ്പരപ്പ് പോലെ, മണൽപ്പൊടികളെ പോലെ ആയി തീരും. എന്നിട്ടോ ആ പർവ്വതങ്ങൾ അതാണല്ലോ മഹ്ശറ ഒരുങ്ങുകയാണ്. ശാസ്ത്രം പറയുന്നത് ഭൂമിയിൽ തല ഉയർത്തി നിൽക്കുന്ന പർവ്വതങ്ങളുടെ ഉയരത്തിന് കണക്കായ വലിയ ഗർത്തങ്ങൾ കടലിലുണ്ട് എന്നാണ്. ഭൂമിയിൽ നിൽക്കുന്ന മലകൾക്ക് കണക്കായ കുഴികള് കടലിലുണ്ട്. അതെന്തിനാ അല്ലാഹു തആല കടലിൽ കുഴിച്ച് ഭൂമിയിൽ പല പർവ്വതത്തെ ഉയർത്തി നിർത്തിയത്? ഖിയാമത്ത് നാൾ വരുമ്പോ ഈ മലയെ കൊണ്ടുപോയിട്ട് ആ കുഴിയിലേക്ക് തള്ളിയിട്ട് കുഴി നികത്താനാണ്. നോക്കണം നിങ്ങൾ, ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ. അല്ലാഹു തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ശാസ്ത്രം ഇന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുകയാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് പഠനം നടത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ശാസ്ത്രം. ഇപ്പോൾ ഖുർആൻ നേരത്തെ വിളിച്ചു പറഞ്ഞ ഓരോ സത്യങ്ങളും അവർ പുറത്തു കൊണ്ടുവരികയാണ്. ഈ ഭീമാകാരന്മാരായ പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾക്ക് സമാനമായ കുഴികളുണ്ടത്രേ കടലിൽ. ഖിയാമത്ത് നാൾ വരുമ്പോ കടലിലെ വെള്ളം അങ്ങ് വറ്റിത്തീരും. അത് ഖിയാമത്തിന്റെ ഒരടയാളമാണ്, വെള്ളം വറ്റുക എന്നുള്ളത്. അല്ലാഹുവിന്റെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജലലഭ്യതയുടെ കുറവ് ലോകം അവസാനിക്കാനുള്ള സൂചനയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളിപ്പോ വെള്ളം കിട്ടാതെ അങ്ങനെ സൂയിപ്പാകാൻ പല പള്ളികളിൽ വുളൂ ചെയ്യാൻ വെള്ളമില്ല. പാനൂർ ജുമുഅത്ത് പള്ളിയിൽ പോലും വെള്ളമില്ലത്രേ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, നമുക്ക് നല്ല മഴ തരട്ടെ. വെള്ളമില്ല. ഇന്ന് രാവിലെ അവിടുത്തെ മുഅദ്ദിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ദുആരക്കണേ, വെള്ളമില്ല. വെള്ളമില്ല. അല്ലാഹു തആല നമ്മുടെ നാടിനെ ജലധാര കൊണ്ട് അനുഗ്രഹിച്ചു തരട്ടെ. ഇവിടെയും വെള്ളമില്ല. അങ്ങനെ വെള്ളത്തിന്റെ കുറവ് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വേണമെങ്കിൽ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ മറ്റൊരു ദിവസം ആ വിഷയം സംസാരിക്കാം. ഖിയാമത്തിന്റെ അലാമാത്തുകൾ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ പറഞ്ഞു വരുന്നത് ആ പർവ്വതങ്ങളെ അല്ലാഹു തആല അതിന് കണക്കായ കുഴികൾ കടലിലുണ്ട് എന്നാണ്. കടലിലെ വെള്ളം അങ്ങ് വറ്റിത്തീരും. അങ്ങനെ വറ്റുമ്പോൾ ലോകത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള സൂചനയാകും ജലനിരപ്പ് കുറയുന്നത്. ആ ജലനിരപ്പ് കുറയലോടുകൂടി ലോകത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള സൂചനയാകുമ്പോ അല്ലാഹു തആല ഇസ്രാഫീലിനോട് ഊതാൻ പറയും. ഇസ്രാഫീൽ ഊതും അലൈഹിസ്സലാം. ഊതുന്ന സമയത്ത് ഭൂമിയിലുള്ള പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായി കടലിലേക്ക് കൊണ്ടുപോയി തള്ളപ്പെടും. അപ്പൊ കടലിലെ കുഴികളൊക്കെ നികയും. അങ്ങനെ ഖുർആൻ പറയുന്നു, ഫയദറുഹാ ഖാഅൻ സഫ്സഫാ. അതൊരു വിശാലമായ മൈതാനം പോലെയാകും ഭൂമിയുടെ ഉപരിതലം. കടലിലും മണ്ണിട്ട് നികത്തി ഭൂമിയിലെ സസ്യലതാദികളൊക്കെ നശിപ്പിച്ച് പർവ്വതങ്ങളൊക്കെ ഇടിച്ച് നിരത്തി ഒരു മൂലയിൽ നിന്ന് ഒരു ബിന്ദുവിൽ നിന്ന് നോക്കിയാൽ, ഒരു കോണിൽ നിന്ന് നോക്കിയാൽ മറ്റേ കോണ് കാണുന്ന രൂപത്തിൽ വിശാലമായ മൈതാനമാക്കി മാറ്റും ഭൂമിയെ. ഒരർത്ഥത്തിൽ പറയുന്നത് ഈ ഭൂമി തന്നെയാണ്, ദുനിയാവ് തന്നെയാണ് നാളത്തെ മഹ്ശറായ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്. ഈ ഭൂമിയെ മറ്റൊരു രൂപത്തിൽ അല്ലാഹു മാറ്റി തീർക്കും. എന്നിട്ട് ആ ഭൂമി ഇത്ര ആളുകളെ വിളിച്ചു കൂട്ടണ്ടേ? അതിനൊരു മൈതാനം വേണ്ടേ? എവിടെയാണ് ഈ മൈതാനം? അത് ഈ ഭൂമി തന്നെയാണ്. ഈ ഭൂമി തന്നെയാണ് മഹ്ശറയ്ക്ക് വേണ്ടി റബ്ബ് കളമൊരുക്കുന്നത്, ഗ്രൗണ്ട് ഒരുക്കുന്നത്. എല്ലാ സസ്യലതാദികളെയും പിഴുതെറിഞ്ഞുകൊണ്ടതിന്റെ മേലെ പർവ്വതങ്ങൾ ഇടിച്ച് നിരത്തിയിട്ട് കടലും കരയും ഒരുപോലെ നിരത്തി മൈതാനമാക്കി മാറ്റും അല്ലാഹു തആല. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ. ഖാഅൻ സഫ്സഫാ എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ മൈതാനമാക്കി മാറ്റും. ആ മൈതാനത്തിനെ കുറിച്ച് ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 105-ാമത്തെ ആയത്ത് മുതൽ പറയുന്നത്, ലാ യറാ ഫീഹാ ഇബജൻ വലാ അംത. ലാ യറാ ഫീഹാ, അങ്ങനെ ഭൂമിയെ നിരപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിനക്ക് നിന്മോന്നതങ്ങൾ കാണാൻ കഴിയില്ല. നിന്മോന്നതങ്ങൾ എന്ന് പറഞ്ഞാൽ കയറ്റിറക്കങ്ങൾ. സമമായിരിക്കും. കുഴിയും കുന്നും ഉണ്ടാവില്ല, കുന്നും കുഴിയും ഉണ്ടാവില്ല. എല്ലാം സമം നിരന്ന് കിടക്കുന്ന ഒരു മൈതാനം. മക്ക മദീനയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക്
യാത്രാമധ്യ ബസിന്റെ ഡോറിലൂടെ പുറത്തേക്ക് നോക്കാൻ കഴിയുമ്പോൾ, അതിന്റെ വിൻഡോവിലൂടെ പുറത്തേക്ക് നോക്കാൻ കഴിയുമ്പോൾ വിശാലമായിട്ട് കണ്ണെത്താതെ കിടക്കുന്ന മരുഭൂമികൾ കാണാം. കണ്ടിട്ടില്ലേ? പരന്ന് കിടക്കുന്ന മരുഭൂമികൾ. അല്ലാഹു വീണ്ടും വീണ്ടും അവിടെയൊക്കെ എത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് കേവലം ഒരു പ്രദേശത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. എന്നാൽ ഈ ദുനിയാവ് മുഴുവനും അല്ലാഹു തആല ഇടിച്ചു നിരത്തി നിരപ്പാക്കിയിട്ട് വളരെ മനോഹരമായ ഒരു മൈതാനമാക്കുമ്പോ ലാ യറാ ഫീഹാ ഇബതൻ വലാ അംതാ, അതിൽ പിന്നെ നീ നോക്കിയാൽ ഒരു കുഴിയും ഒരു കുന്നും കാണാൻ കഴിയില്ല. എല്ലാം സമമായിരിക്കും. യൗമഇദിൻ, അന്ന് എന്തിനാണ് അങ്ങനെ അല്ലാഹു തആല നിരപ്പാക്കുന്നത്? ഖുർആൻ പറയുന്നു, എവിടുന്നോ ഒരു വിളി കേൾക്കുന്നുണ്ട്, വരണേ, ഇങ്ങോട്ട് വരണേ എന്ന ഒരു വിളി. അത് മഹ്ശറ വിചാരണയ്ക്ക് വേണ്ടിയുള്ള വിളിയാണ്. ആ വിളിയാ കേട്ട സ്ഥാനത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ എവിടുന്നാണ് വിളിച്ചതെന്ന് പർവ്വതം കൊണ്ട് മറവരാൻ പാടില്ല. അതുകൊണ്ട് ലാ യബജലഹു വഖസഅത്തിൽ യൗമൈദി യത്തബിഊന അദ്ദഈ ലാ യബജലഹു. വിളിച്ച വിളി കേട്ട ഭാഗത്തേക്ക് തടസ്സങ്ങളില്ലാതെ മനുഷ്യന് ചെന്നെത്താൻ കഴിയുന്ന രൂപത്തിൽ പരന്നു കിടക്കുകയാണ് ഭൂമി. അന്ന് വഖസഅത്തിൽ അസ്വാതുൽ റഹ്മാൻ, അന്നാരും ഒച്ച വെക്കില്ല, ശബ്ദിക്കില്ല. കാരണം അല്ലാഹു എന്നെ വിചാരണയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണെന്ന ഭയപ്പാടോടെ മനുഷ്യന്റെ ശബ്ദം ഭയപ്പാടോടെ താഴ്ന്നു പോകുന്ന ദിവസമാണത്. പേടിച്ച പിന്നെ ആരും മിണ്ടൂലല്ലോ, മിണ്ടൂല. ഒരു മനുഷ്യനും നാവനക്കാൻ കഴിയാത്ത ദിവസമാണത്. വഅനത്തിൽ വുജൂഹുൽ ഹയ്യിൽ ഖയ്യൂം, മനുഷ്യന്റെ ശരീരങ്ങള് സർവശക്തനായ അല്ലാഹുവിനെ താഴ്മ ചെയ്യുന്നതാണ്, കീഴടങ്ങുന്ന ദിവസമാണത്. വഖദ് ഖാബ മൻ ഹമല ദുൽമാ, അന്ന് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആപതിക്കേണ്ടി വരുന്നത് സ്വന്തം തടി കൊണ്ട് അക്രമങ്ങൾ ചെയ്തവരാണെന്ന് വിശുദ്ധ ഖുർആൻ. ആ നിലക്കുള്ള ഒരു മനുഷ്യർ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നു. അത് വരും. ആരും ഒഴിവല്ല, എല്ലാവരും അനുഭവിക്കണം. നല്ലവരും അനുഭവിക്കണം, മോശപ്പെട്ടവരും അനുഭവിക്കണം. സൽക്കർമ്മികളും അനുഭവിക്കണം, ദുഷ്കർമ്മികളും അനുഭവിക്കണം, സാലിഹും അനുഭവിക്കണം, ദോഷിയും അനുഭവിക്കണം. എല്ലാവരും അനുഭവിക്കേണ്ടി വരും ആ മഹ്ശറ. മഹ്ശറയിലേക്കുള്ള മനുഷ്യന്റെ വരവ് എങ്ങനെയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖബറിൽ നിന്ന് നമ്മളെ എഴുന്നേറ്റ് കൊണ്ടുപോകുമ്പോ നമ്മുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടാകില്ല, നമ്മുടെ കാലിൽ ചെരുപ്പുണ്ടാകില്ല. പതച്ചുരുകി കിടക്കുന്ന ഈ മരുഭൂമിയിലേക്ക് നമ്മൾ പോകുമ്പോ യുഖ്റജൂന മിൻ ഖുബൂരിഹിം റുഫാതൻ ഉറാതൻ ഉർലാ, ജനങ്ങളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് യുഖ്റജൂന മിൻ ഖുബൂരിഹിം, ഖബറിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് എടുക്കുന്നത് റുഫാതൻ, കാലിൽ പാദരക്ഷയില്ലാത്തവരായിട്ടാണ്, നഗ്നപാദരാണ്. ഉറാത്തൻ, ശരീരത്തിൽ ഒരു വസ്ത്രവും ഉണ്ടാകില്ല. പിന്നെയോ ആ നിലക്കാണ് നിങ്ങളെ മഹ്ശറയിൽ കൊണ്ടുവരപ്പെടുന്നത്. ഈ വിവരം മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ ആയിഷ ബിയോട് കരഞ്ഞുപോയി. നമുക്ക് കരച്ചിൽ വരുമോ? അല്ലാഹു തആല നമുക്ക് മനസ്സിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ആയിഷ ബിബി കരഞ്ഞത് എന്തിനാണെന്ന് അറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്ത്രീ സമൂഹങ്ങളും പുരുഷ സമൂഹങ്ങളും സമ്മിശ്രമായാണല്ലോ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നത്. ആണുങ്ങൾക്ക് വേറെ ഏരിയ, പെണ്ണുങ്ങൾക്ക് വേറെ ഏരിയ, അങ്ങനെയില്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ പെണ്ണുങ്ങളായ ഞങ്ങളുടെ ഔറത്തുകൾ മറക്കാൻ തുണിയില്ലാതെയാണ് ഒരുമിച്ച് കൂടുന്നതെങ്കിൽ പുരുഷന്മാര് ഞങ്ങളുടെ ഔറത്ത് കണ്ടുപോകുമല്ലോ. വാ സൗഅതായ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ ശരീരത്തിന്റെ മേനി, ആ മേനി അഴക് അന്യ പുരുഷന്മാര് കണ്ടുപോകുമല്ലോ എന്ന് നബിയോട് പറഞ്ഞപ്പോൾ ഇല്ല ആയിഷ, അന്ന്
അന്ന് നിങ്ങളുടെ മേനി നോക്കുന്ന സമയമല്ല, ആർക്കും അതിന്റെ തിരക്കല്ല, താല്പര്യമില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഖളബ് ഏറെ മികച്ചു നിൽക്കുന്ന സമയമാണ്. റബ്ബ് ദേഷ്യപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും പേടിച്ചിട്ട് ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്കും നോക്കൂല. ആയിഷ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഗ്നുൻ യുഗ്നി. ഓരോ മനുഷ്യനും ആയിഷ അവനവന്റെ പാപഭാരത്തെ കുറിച്ചുള്ള ഭയമായിരിക്കും, പേടിയായിരിക്കും. അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, നാവ് കൊണ്ട് നുണ പറയാൻ കഴിയില്ലല്ലോ. എന്റെ കൈകാലുകൾ സംസാരിക്കുമല്ലോ, കൈ സംസാരിക്കുമ്പോൾ കാലിന് സാക്ഷി പറയുമല്ലോ, കാല് സാക്ഷി പറയുമ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. വ്യഭിചാരത്തിന് വേണ്ടി കിടന്നു കൊടുത്ത പെണ്ണ്, വ്യഭിചരിച്ച പുരുഷനും രണ്ടുപേരും അവരുടെ രഹസ്യം, ആരും അറിയാത്ത രഹസ്യം റബ്ബിനോട് പറയാൻ പഠിക്കുമ്പോ അവരെ കാൽക്കടകൾ അല്ലാഹുവോട് വിളിച്ചു പറയുമെന്നാണ്. ഇവൾ വ്യഭിചാരത്തിന് വേണ്ടി കിടന്നു കൊടുത്ത പെണ്ണാണ്. റബ്ബേ കാൽത്തുടകൾ മനുഷ്യൻ അല്ലാഹുവോട് സംസാരിക്കുമെന്നാണ്. എന്റെ രണ്ട് തുടകളും ഒരു അന്യപുരുഷന്റെ തുട സ്പർശിച്ചതാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വളരെ ഭയാനകരമാണത്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന നമ്മുടെ തൊലികൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഓരോന്നായി വിളിച്ചു പറയും. ഹിതകരമല്ലാത്ത ഒരു പെണ്ണിനെ ഒരു പുരുഷൻ തൊട്ടുപോയെങ്കിൽ, ഒരു പെണ്ണ് ഒരു പുരുഷനെ തൊട്ടുപോയെങ്കിൽ നമ്മൾ തൽക്കാലം അത് ലാഘവത്തോടെ തള്ളിക്കളഞ്ഞെങ്കിൽ ആ തൊലി അത് മറന്നു പോകാതെ സൂക്ഷിച്ചു വെക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് മറുപടി പറയാൻ, എന്റെ ശരീരമാകുന്ന ഈ ഭാഗം ഇന്നാലിന്റെ ഒരു അന്യ പെണ്ണ് തൊട്ടിട്ടുണ്ട്, അത് ഞാൻ സഹിച്ച ഒരു അനുഭവമാണെന്ന് നമ്മുടെ തൊലി റബ്ബിന്റെ മുമ്പിൽ പറയുമ്പോ നമ്മൾ നാവ് കൊണ്ട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്റെ പേരിൽ തിരിയുന്നത്? ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്ന് നമ്മുടെ ശരീരം, നമ്മുടെ റൂഹ് ശരീരത്തിന്റെ തൊലിയോട് ചോദിക്കുമ്പോ ആ തൊലി അല്ലാഹുവോട് പറയുന്നത്, എല്ലാ വസ്തുക്കൾക്കും സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന റബ്ബ് തന്നെയാണ് തൊലിയാകുന്ന എന്നെയും സംസാരിപ്പിച്ചത് എന്ന് അല്ലാഹുവോട് വിളിച്ചു പറയുന്ന ദിവസമാണ് മഹ്ശറ ദിവസം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നിനും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു പെണ്ണിനെ ചുംബിച്ചു പോയ ചുണ്ട്, ആ ചുണ്ട് റബ്ബിന്റെ മുമ്പിൽ ആ കുറ്റം ഏറ്റു പറയും. നമ്മള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ തെരഞ്ഞെടുത്ത സ്ഥലം, ആ സ്ഥലം അതാണ് മിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അതിൽ നടന്ന സംഭവങ്ങളൊക്കെ റബ്ബിനോട് വിളിച്ചു പറയും. ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ടാവും ആരും അറിയൂല, ആരും അറിഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ നമ്മള്, ഞാൻ ഈ നിന്ന നിൽപ്പിൽ നിന്നുകൊണ്ടൊരു പെണ്ണിന്റെ മുഖത്തേക്ക് വളരെ മോശമായ ചിന്തയോടുകൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം നാളെ റബ്ബിന്റെ മുമ്പിൽ വന്നിട്ട് പറയും, പടച്ചോനെ എന്റെ മാറിടത്തിൽ കയറി നിന്നുകൊണ്ടാണ് അവൻ അന്യ പെണ്ണിനെ ആസ്വദിച്ചത്. അതുകൊണ്ട് ഒന്നും മൂടി വെക്കാൻ കഴിയില്ല. എല്ലാ വസ്തുക്കളും നമുക്കെതിരെ തിരിയുന്ന ദിവസമാണ് മഹ്ശറ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി. ഇത് ഓർത്താല് മനുഷ്യർ ഉറങ്ങാൻ കഴിയില്ല. എല്ലാം അങ്ങനെയാണ്. നന്മ ചെയ്ത സ്ഥലവും വരും, സുജൂദ് ചെയ്ത സ്ഥലങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വരും, ദിക്ർ ചൊല്ലിയ സ്ഥലം വരും. നമ്മൾ ഈ ഇരിക്കുന്ന ഈ സുമംഗലി ഓഡിറ്റോറിയത്തിന്റെ ഈ ഇരിപ്പിടങ്ങൾ നാളെ നമുക്ക് സാക്ഷി പറയാൻ വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലത് കേൾക്കാനിരുന്ന സ്ഥലം നന്മയ്ക്ക് വേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ വ്യഭിചരിച്ച പെണ്ണിന്റെ കാൽത്തുടകൾ അല്ലാഹുവോട് സംസാരിക്കുന്ന ദിവസം, ചുംബിച്ച മനുഷ്യന്റെ ചുണ്ടുകൾ അല്ലാഹുവോട് ആ കുറ്റം ഏറ്റു പറയുന്ന ദിവസം, കണ്ട കണ്ണുകൾ അല്ലാഹുവോട് കാഴ്ചയുടെ ദുരന്തങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്ന ദിവസം, അനുഭവിച്ച സ്ഥലങ്ങൾ അല്ലാഹുവോട് കഥ പറയുന്ന ദിവസം, നമ്മുടെ തൊലികൾ പോലും നമുക്കെതിരിൽ സംസാരിക്കുന്ന ദിവസം, അതാണ് മഹ്ശറ ദിവസം. ആ ദിവസം ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, അന്ന് ഒരു മനുഷ്യനും മറ്റൊരുത്തന്റെ ഔറത്ത് നോക്കേണ്ട സമയമല്ല, പൂതി വരൂല. ആയിഷ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഗ്നുൻ യുഗ്നി. അന്ന് ഓരോ മനുഷ്യനും അവനവന്റെ ബേജാറിലായിരിക്കും. അന്ന് ആ പെണ്ണിന്റെ തൊടയെങ്ങനെ, അവളുടെ മാറെങ്ങനെ നോക്കേണ്ട മനസ്സുണ്ടാകില്ല. അത്രയും ഭീകരമാണ്.
യൗമ യഖിഫൂന മൗഖിഫൻ വാഹിദ. അങ്ങനെ നമ്മൾ മഹ്ശറയിലേക്ക് വന്നിട്ട് ആ മഹ്ശറയിൽ പിന്നെ നമ്മൾ നിൽക്കണം. എത്ര കാലം എന്നറിയുമോ? മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞല്ലോ, സുമ്മ യഖിഫൂന മൗഖിഫൻ വാഹിദ. ഒരേ നിൽപ്പ് നമ്മൾ നിൽക്കണം. കാൽപാദങ്ങൾ അനക്കാൻ കഴിയാതെ, കാലൊന്നും മാറ്റി ചവിട്ടാൻ കഴിയില്ല. ഒരേ നിൽപ്പ് ഇങ്ങനെ നിൽക്കണം, അനക്കാൻ കഴിയാതെ. ലാ തസൂലു ഖദമ ബനി ആദമ ഹത്താ യുസ്അല അൻ അർബഅ. അല്ലാഹുവിന്റെ വിചാരണ വരുന്നത് വരെ കാൽപാദങ്ങൾ അനക്കാൻ കഴിയില്ല. ആണി തറച്ച പോലെ നിൽക്കേണ്ടി വരും. നമ്മുടെ കാലങ്ങനെ കടഞ്ഞു മുറിയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു 3/4 മണിക്കൂർ കൊണ്ട് 20 റക്അത്ത് എണ്ണിത്തീർക്കുന്ന തറാവീഹ് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴത്തേന് കാലിന് വേദന വരുന്ന നമ്മളാണ് മഹ്ശറയിൽ നിൽക്കേണ്ടി വരുന്നത്. എത്ര കാലം എന്നറിയുമോ? 70 ആമാ. ഉമ്മ പെറ്റത് മുതൽ മരിക്കുന്നത് വരെ നിൽക്കുന്നത് പോലെ 70 കൊല്ലം മഹ്ശറയിൽ നിൽക്കണം. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ലഘൂകരണം തരട്ടെ. 70 കൊല്ലം വെച്ച കാൽപാദം അനക്കാൻ കഴിയാതെ നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കുന്ന നിൽപ്പിൽ അല്ലാഹു അല്ലാതെ കാരുണ്യം ചെയ്യാൻ ഒരാളും അവിടെയില്ല. എന്നാൽ അല്ലാഹു തആല ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അവരിലേക്ക് റബ്ബ് തിരിഞ്ഞു പോലും നോക്കുകയില്ല. ഈ 70 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും അല്ലാഹു അവരെ തിരിഞ്ഞു നോക്കുക പോലുമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതാണ് ഏറെ പേടിക്കേണ്ട ലോകം. മഹ്ശറ ഏറെ ഭയപ്പെടേണ്ടതാണ്. അല്ലാഹു തആല നമ്മളെ അവിടെ നിർത്തിയിട്ട് നമ്മളിലേക്ക് തിരിഞ്ഞു പോലെ നോക്കൂല 70 കൊല്ലക്കാലം. വലാ യഖ്ളീ ബൈനഹും, അവരിടയിൽ അല്ലാഹു തആല തീർപ്പ് കൽപ്പിക്കുകയുമില്ല, വിധി നടപ്പിൽ വരുത്തൂല. അങ്ങനെ നമ്മൾ നിന്നുകൊണ്ട് വേദനിക്കുമ്പോ, ചുട്ടുപൊള്ളുന്ന വെയിലേറ്റുകൊണ്ട് തളരുമ്പോ ഫയബ്കൂൻ, അവരൊക്കെ കരയാൻ തുടങ്ങും. ഒരു മനുഷ്യൻ അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന കണ്ണുനീർ തുള്ളികൾ തീരുന്നത് വരെ കരയും. കണ്ണുനീർ തുള്ളികൾ തീർന്നു കഴിഞ്ഞാലും കരച്ചിൽ നിൽക്കൂല. സുമ്മയബ്കൂനദമാ, പിന്നെ അവര് കരയുമ്പോൾ കണ്ണുനീരിന് പകരം ചോരയാണ് കണ്ണിൽ നിന്ന് വരിക. വയരിഫൂന ഹത്താ യബ്ലുഗ ദാലിക മിൻഹും ബിഅൻ യുൽജിമഹും വയബ്ലുഗൽ അദ്ഖാ. നിന്നുകൊണ്ട് അവർ വിയർക്കാൻ തുടങ്ങും. വിയർത്തിന്റെ വിയർപ്പിൽ അങ്ങനെ അവർ പൊങ്ങാൻ തുടങ്ങും. താടി എല്ല് വരെ വിയർപ്പുകൾ പൊങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. താടി എല്ല് വരെ മനുഷ്യന്റെ വിയർപ്പ് പൊങ്ങും. അതിലിങ്ങനെ മുങ്ങി നിൽക്കണം നമ്മൾ. ആ വിയർപ്പിന്റെ ഗന്ധത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയുമോ? അത് ഒരു ദിവസങ്ങൾക്ക് മുമ്പ് ചത്ത ഒരു ശവത്തിന്റെ ആ ശവത്തിന്റെ ദുർഗന്ധത്തെക്കാൾ അസഖ്യമായ ദുർഗന്ധമായിരിക്കും മനുഷ്യനിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ. അവിടെ ഒരു രക്ഷ നമുക്ക് ആവശ്യമാണല്ലോ. അല്ലാഹു തആല പറയുന്നു, ഇങ്ങനെ മനുഷ്യൻ 70 കൊല്ലം ഒരേ നിൽപ്പിൽ നിൽക്കുമ്പോ, അനങ്ങാൻ കഴിയാതെ നിൽക്കുമ്പോ, മനുഷ്യനതാ റബ്ബിന്റെ ഭാഗത്തേക്ക് കണ്ണോടിക്കുകയാണ്. പടച്ചോനെ, നീ ഞങ്ങളോടൊന്ന് കരുണ കാണിക്കണം. അതുകൊണ്ടാണ് ഈ മാസത്തിൽ നമ്മൾ ആദ്യത്തെ 10 പടച്ചോനോട് പറയുന്നത്, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. പടച്ചോനെ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് അവർ ശ്രദ്ധിക്കുമ്പോ അല്ലാഹ് അവരോട് പറയുന്ന ഒരു മറുപടി വിശുദ്ധ ഖുർആനിലെ മണവാളൻ എന്നറിയപ്പെടുന്ന സൂറത്തുർ റഹ്മാനിന്റെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, അല്ലാഹു തആല റബ്ബിന്റെ ഭാഗത്തേക്ക് കണ്ണും നട്ട് നിൽക്കുന്ന മഹ്ശറവാസികളോട് അല്ലാഹ് പറയും, യാ മഹ്ശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. എന്താ മനുഷ്യന്മാരെ, എന്താ ജിന്നുകളെ, നിങ്ങൾക്ക് മഹ്ശറ സഹിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? അത് റബ്ബിന്റെ ഒരു ചോദ്യമാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതിൽ മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ചോദ്യമാണ്. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? എന്നാൽ നിങ്ങൾ അവിടെ നിൽക്ക്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടോ? ആകാശം പിളർന്നുകൊണ്ട് രക്ഷപ്പെട്ടോളൂ.
ഭൂമി പിളർന്നുകൊണ്ട് രക്ഷപ്പെട്ടോളൂ എന്ന് പറയും. പക്ഷേ അവർക്കത് രക്ഷപ്പെടാൻ കഴിയില്ല. ആകാശങ്ങൾ കീറി മുറിക്കാനുള്ള കഴിവ് അവർക്കില്ല. ഭൂമിയെ പിളർക്കാനുള്ള കഴിവില്ല. അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ച് നടന്ന അഹങ്കാരികളും ആ സദസ്സിലുണ്ടാകും. അവരെ അടിപതറിക്കാൻ വേണ്ടിയാണ് റബ്ബിന്റെ ചോദ്യം. എന്നിട്ട് അല്ലാഹ് പറയുന്നു ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അല്ലാഹുവിന്റെ സ്വൽത്തനത്ത് കൊണ്ടല്ലാതെ, അധികാരം കൊണ്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയും, നിങ്ങൾ കുറച്ചുകൂടി സഹിക്ക്. സനഫറുഗു ലക്കും അയ്യുഹസ് സഖലാൻ. ഞാനൊന്ന് ഒഴിവാകട്ടെ, ഒഴിവായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ വിചാരണക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല വീണ്ടും കുറെ കാലം കഴിയും വരാൻ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഈ മഹ്ശറയിൽ, അങ്ങനെ നിൽക്കുന്ന മഹ്ശറയിൽ 3 തരം ഉഷ്ണങ്ങളാണ് നമ്മളെ പിടികൂടുന്നത്. ചൂടിലാണ് നമ്മൾ നിൽക്കുന്നത്. അസഹനീയമായ മഹ്ശറയിലെ കഠിനമായ ചൂടേറ്റുകൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിലൊന്നാമത്തെ ചൂട് സൂര്യന്റെ ചൂട് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മനുഷ്യന്റെ തലക്കുമീതെ സൂര്യനെ അല്ലാഹു തആല ഇങ്ങ് അടുപ്പിച്ചു നിർത്തും. അലാ അദ്റോയിൻ, ഒരു ചാൺ ഉയരത്തിൽ ഇങ്ങോട്ട് അടുപ്പിച്ചു നിർത്തും. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനെ സൂര്യൻ ബിംബം നമ്മുടെ തലക്കുമീതെ നിന്നുകൊണ്ട് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കഠിനമായ ചൂട്, ആ ചൂട് അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഉരുകിത്തീരുമ്പോ പോരാഞ്ഞിട്ട് അല്ലാഹു തആല തുഫത്തഹു അബ്വാബു ജഹന്നം, നരകം ഇങ്ങോട്ട് കൊണ്ടുവരും. വജീഅ യൗമഇദിൻ ബിജഹന്നം. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹ് പറയുന്നില്ലേ, നരകം ഇങ്ങ് മഹ്ശറയിലേക്ക് കൊണ്ടുവരപ്പെടും. എന്നിട്ട് ആ നരകത്തിന് 7 വാതിലുകളുണ്ട്. സ്വർഗ്ഗത്തിന് 8 വാതിലാണ്, നരകത്തിനോ 7 വാതിലാണ്. ആ 7 വാതിലും ഇങ്ങോട്ട് തുറന്നു വെക്കുമ്പോഴോ നരകത്തിലുള്ള കഠിനമായ ആവി ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങും. മഹ്ശറയിലുള്ള ജനങ്ങളുടെ മേലേക്ക് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു ഭാഗത്ത് അതികഠിനമായ ചൂട് കൊണ്ട് നമ്മൾ ഉരുകുകയാണ്. സൂര്യൻ നമ്മുടെ തലക്കുമീതെ ഒരു ചാൺ ഉയരത്തിലാണ്. ഒന്ന് കൈപൊക്കിയാൽ സൂര്യനിൽ പോയി തട്ടുകയാണ് നമ്മുടെ കൈ. അങ്ങനെ നമ്മൾ ഉരുകിത്തീരുകയാണ്. മറുഭാഗത്ത് നരകത്തിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ വാതിൽ തുറന്നു വെച്ച ആവി കൊള്ളുകയാണ്. ഇത് രണ്ടും കൂടാതെ നരകത്തിന്റെ പുകയും ചൂടും ആവിയും അവരിലേക്ക് ആഞ്ഞടിക്കുകയാണ്. അത് മാത്രമല്ല, മൂന്നാമത്തേത് മനുഷ്യൻ ഈ 2 ചൂട് കൊണ്ടുമാണ് ഉരുകിത്തീരുന്നത്. അങ്ങനെ അവരുടെ വിയർപ്പുകൾ ഒഴുകുന്നത്. അത് പോരാഞ്ഞിട്ട് മനുഷ്യന്മാര് ഇങ്ങ് തിങ്ങിക്കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചൂടുണ്ട്. സൂര്യനും വേണ്ട, നരകവും തുറന്നു വെക്കണ്ട. മനുഷ്യന്മാര് ഫാനും AC ഒന്നും ഇല്ലാതെ ഒരുമിച്ച് ഇങ്ങനെ 100 ആൾ ഒരുമിച്ച് നിന്നാൽ തന്നെ ഒരു പ്രത്യേകതര ചൂടുണ്ട്. ഇത് 100 ആളല്ല, ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യരും അവിടെ തിങ്ങിക്കൂടുമ്പോൾ ഉണ്ടാകുന്ന ഉഷ്ണം. ഈ 3 തരം ചൂടേറ്റുകൊണ്ട് മനുഷ്യൻ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അന്നുണ്ടല്ലോ, നമ്മളെ അതിൽ പെടുത്തി തരട്ടെ, അന്ന് വസ്സായിമൂന ഫീ ദില്ലി അർശില്ലാഹ്, അന്ന് നോമ്പുകാർക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ നൽകും. അല്ലാഹു അതിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന ദിവസം നോമ്പുകാർക്ക് ഒരു പരിഗണനയുണ്ട്. ആ നോമ്പുകാരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. എങ്ങനെയുള്ള നോമ്പ്? അസ്സൗമു യഅനി കഫ്ഫു നഫ്സി യാ അഖി അൻ കുല്ലി മാ ഇലൈഹി നഫ്സുൻ തസ്തഹി. വെറുതെ പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്നതല്ല ഈ പറഞ്ഞത്. ആത്മാവിനെ നോമ്പെടുപ്പിക്കുന്നവർക്ക് ആത്മാവ് നോമ്പെടുക്കാന്ന് പറയാം. ഇന്ന് നമ്മുടെ ശരീരമാണ് നോമ്പെടുത്തിരിക്കുന്നത്. നേരം വെളുത്തേര ഒരു വെള്ളവും കുടിച്ചിട്ടില്ല. നേരം വെളുത്തപ്പോൾ നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല. നേരം വെളുത്തതിന് ശേഷം നമ്മൾ നോമ്പ് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത് ബാഹ്യമായ നോമ്പാണ്. ആന്തരികമായ ഒരു നോമ്പുണ്ട്. ഖൽബിൽ ഭക്ഷണത്തെ കുറിച്ചുള്ള ഓർമ്മ വരരുത്. ഖൽബിൽ സംയോഗത്തെ കുറിച്ചുള്ള ഓർമ്മ വരരുത്. ഖൽബിൽ ഗീബത്തിനെ കുറിച്ചുള്ള ചിന്ത വരരുത്. കണ്ണ് കൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണരുത്. കണ്ണ് കാത് കൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്. അതാണ് ആത്മീയമായ നോമ്പ്. അല്ലാഹു തആല അതിൽ പെടുത്തി തരട്ടെ. അങ്ങനെ നോമ്പെടുത്തവർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ നോമ്പുകാർക്ക് അർശിന്റെ തണലുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മുമ്പ് പറഞ്ഞു കേട്ടില്ലല്ലോ, ഇല്ല വേണ്ട. നോമ്പുകാർക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കുന്നതാണ്. ഇങ്ങനെ കഠിനമായ ചൂടേറ്റുകൊണ്ട് മനുഷ്യൻ തകർന്നു നിൽക്കുമ്പോ
ആ സമയത്തതാ ആ മഹ്ശറയുടെ ചൂട് എങ്ങനെയെന്നറിയുമ്പോൾ നരകത്തിന്റെ വാതിൽ തുറന്നു വെച്ച ആവി എത്ര കഠിനമാണ് ആവി എന്നറിയാൻ ഒരു സംഭവം പറയട്ടെ. മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഉഷ്ണകാലത്ത് നിങ്ങൾ ഭൂമിയിൽ നിന്ന് സഹിക്കുന്ന ചൂടുണ്ടല്ലോ, അത്യുഷ്ണമുണ്ടല്ലോ, അതികഠിനമായ ചൂട്. ആ ചൂട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൂട്, തണുപ്പ് കാലത്ത് നിങ്ങൾ സഹിക്കുന്ന തണുപ്പ്, അത് രണ്ടും നരകത്തിന്റെ സംഭാവനയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് രണ്ടും നരകത്തിന്റെ സംഭാവന. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇസ്തഖത്തിന്നാറു ഇലാ റബ്ബിഹ, നരകം അതിനെ സൃഷ്ടിച്ചു വെച്ചപ്പോ അല്ലാഹുവിനോട് സങ്കടം പറഞ്ഞു. എന്താ പറഞ്ഞത്? പടച്ചോനെ, റബ്ബി അഖല ബഅദി ബഅദാ, നരകത്തിൽ അഗ്നിജ്വാലകൾ മാത്രമല്ല, ഒരു ഭാഗത്ത് അതിശൈത്യവും ഉണ്ട്. ശംസുണ്ട്, സംഹരീറുണ്ട്. സംഹരീർ കഠിനമായ തണുപ്പാണ്, അതും ശിക്ഷയുടെ ഒരു ഭാഗമാണ്. ഒരു ഭാഗത്ത് കഠിനമായ അഗ്നി, മറ്റൊരു ഭാഗത്ത് കഠിനമായ ഐസുപാളി. ഇത് രണ്ടും നരകത്തിന്റെ ശിക്ഷയാണ്. തണുപ്പ് കൊണ്ടും ശിക്ഷിക്കപ്പെടും, ചൂട് കൊണ്ടും ശിക്ഷിക്കപ്പെടും. അല്ലാഹു നരകം കാണാതെ നമ്മുടെ സ്വർഗത്തിൽ കടത്തി തരട്ടെ. ഇങ്ങനെ നരകത്തെ അല്ലാഹു തആല പടച്ചു വെച്ചപ്പോ നരകത്തിൽ അല്ലാഹു തആല മനുഷ്യ ശരീരങ്ങളും കരിങ്കല്ലുകളുമായി ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അതിൽ മനുഷ്യനെയാണ് ഒന്ന് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്, മറ്റൊന്ന് കരിങ്കൽ കഷ്ണങ്ങളാണ്. ഇത് രണ്ടും ഇട്ടുകൊണ്ട് മനുഷ്യൻ കത്തിച്ച ചൂടാക്കിയ നരകം. ആ നരകം പറഞ്ഞു, പടച്ചോനെ, എന്നിൽ നീ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അഗ്നിയുടെ ജ്വാല കൊണ്ട് അക്കല ബഅദി ബഅദാ, ഞാൻ തന്നെ നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു റബ്ബേ. എന്നിലുള്ള തീ കൊണ്ട് ഞാൻ തന്നെ നശിക്കുന്നു റബ്ബേ. എന്നിലുള്ള തണുപ്പ് കൊണ്ട്, അതിശൈത്യം കൊണ്ട് ഞാൻ തന്നെ നശിക്കുന്നു റബ്ബേ എന്ന് നരകത്തിന്റെ രണ്ട് ഭാഗങ്ങളും അല്ലാഹുവിനോട് വേവലാതി പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടാൻ ഞാൻ നിങ്ങൾക്കൊരു ഇളവ് തരാം. എന്താ ഇളവെന്നറിയുമോ? ചൂടുള്ള ഭാഗത്തോട് പറഞ്ഞു, നരകമേ, നീ ഒരു ശ്വാസം പുറത്തേക്ക് വിട്ടോളൂ. തണുപ്പുള്ള ഭാഗത്തോട് പറഞ്ഞു, നരകമേ, നീയും ഒരു ശ്വാസം പുറത്തേക്ക് വിട്ടോളൂ. അങ്ങനെ നരകം ആശ്വാസത്തിന് വേണ്ടി രണ്ട് ശ്വാസങ്ങൾ പുറത്തേക്ക് വിട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്നാൽ വേനൽക്കാലത്ത് നിങ്ങൾ സഹിക്കാൻ പറ്റാതെ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, അത് നരകം പുറത്തേക്ക് വിട്ട ആവിയുടെ ഫലമായി ഉണ്ടായതാണെന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ വേനലിൽ നമ്മൾ സഹിക്കാൻ കഴിയാതെ പൊരിഞ്ഞുപോയ ചൂടില്ലേ, ആ ചൂട് ആര് പുറത്തേക്ക് വിട്ട ആവിയുടെ ഭാഗമാണ്. നരകം പുറത്തേക്ക് വിട്ട ശ്വാസത്തിന്റെ ഭാഗമാണ്. ഇനി കഠിനമായ തണുപ്പ് കാലം വരുമ്പോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പുണ്ടാകുന്നത് നരകം പുറത്തേക്ക് വിട്ട തണുപ്പിന്റെ ആവിയുടെ ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്തരത്തിലുള്ള നരകത്തിന്റെ ഒരു ശ്വാസത്തിന് തന്നെ ഇത്ര ചൂടാണെങ്കിൽ നരകത്തിന്റെ അഗ്നിയുടെ ചൂട് എത്രയായിരിക്കും? അത് മനസ്സിലാക്കാനാണ് ഇത് പറയേണ്ടി വന്നത്. അതുകൊണ്ട് ആ നരകത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു വെക്കപ്പെടുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ. പടച്ചവനെ, നിന്റെ ദുനിയാവിലെ ചൂട് തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ നിന്റെ നരകത്തിന്റെ ചൂട് സഹിക്കും? അതുകൊണ്ട് ഞാൻ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യൻ അങ്ങനെ നരകത്തിൽ നിന്നുകൊണ്ട് വിയർത്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ വിയർപ്പ് തുള്ളികളെ ഇങ്ങനെ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടൊരൊറ്റ അട്ടഹാസമാണ് മഹ്ശറവാസികൾ അട്ടഹസിച്ചുകൊണ്ട് പറയുന്ന, യാ റബ്ബി, പടച്ചവനെ, യർസാലക ബി ഇലന്നാരി അഹ്വനു അലയ്യ മിമ്മാ അജിദു, ഈ മഹ്ശറയിൽ എന്നെ നിർത്തുന്നതിനേക്കാളും എനിക്ക് നല്ല നരകമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മഹ്ശറയിൽ നിന്ന് നീ ഒന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. നരകമാണെങ്കിൽ നരകം ഒരു മാറ്റം എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് മഹ്ശറയിലുള്ള കഠിനമായ ശിക്ഷ അനുഭവിക്കുമ്പോ ഏതൊരു മനുഷ്യരോടും പറഞ്ഞു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നരകം എളുപ്പമായത് കൊണ്ടല്ല, പക്ഷേ മഹ്ശറ അനുഭവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും എളുപ്പം നരകമായിരിക്കുമെന്ന് തോന്നിപ്പോവുകയാണ്. അവൻ പറയുന്നു, യാ റബ്ബി, പടച്ചവനെ,
ഇർസാലുക എന്നെ നീ അയക്കണം ഇലന്നാരി നരകത്തിലേക്ക്. അതായിരിക്കും മഹ്വനുവരയായ എനിക്ക് സഹിക്കാൻ കഴിയുന്നത്. ഈ മഹ്ശറ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഏത് അവനിക്കറിയാം നരകത്തിന്റെ അദാബിന്റെ കടുപ്പം ഓനിക്ക് അറിയാത്തത് കൊണ്ടല്ല പറയുന്നത്. പക്ഷേ അവർക്ക് തോന്നുന്നു ഇതിനേക്കാളും സുഖം ചിലപ്പോ അവിടെയായിരിക്കും. ഇത് ഭയങ്കര കടുപ്പായി പോയല്ലോ, തീരെ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് മഹ്ശറയിൽ നിൽക്കുന്ന മനുഷ്യരംഗ ആഗ്രഹിച്ചു പോകും. നരകമാണെങ്കിൽ നരകം എന്റെ നരകത്തിലേക്ക് വിട്ടേക്ക് റബ്ബേ എന്ന് പറഞ്ഞു പോകുമെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു തണൽ വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെയാണ് നമുക്കൊരു തണൽ വേണ്ടത്. അർശിന്റെ തണലല്ലാതെ ഒരു തണലും അവിടെ ഇല്ലല്ലോ. അല്ലാഹു തആല അവിടെ 7 വിഭാഗം ആളുകൾക്ക്, ആദ്യമായിട്ട് പറയട്ടെ, 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കുന്നു. ആർക്കാണത്? അല്ലാഹു തആല പറയുന്നു, റുവൈനാ ഹദീസൻ ഫി സഹീഹൈനി സബ്അത്തുൻ യുളില്ലുഹുമുൽ മൗലാ ബിഖൈരി ളിലാലി. ഞാൻ പറയുന്നത് ആ ഭയാനകരമായ മഹ്ശറയിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കൊടുത്ത് വിശ്രമം നൽകാൻ അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. സപ്തകക്ഷികളാണെന്ന് കാണാം. അല്ല, 7 ആളുകളല്ല, ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒന്ന് നോമ്പുകാരൻ. അത് 7 കക്ഷികൾ നോമ്പുകാരെ പറഞ്ഞിട്ടില്ല. 7 കക്ഷികളെ പറഞ്ഞു. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ. അത് കൂടാതെ വേറെയും കുറെ ആളുകളുണ്ട്. അല്ലാഹു അതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മളെ പെടുത്തി തരട്ടെ. അപ്പൊ ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള പണി നമ്മൾ ഇന്ന് തന്നെ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 7 വിഭാഗങ്ങളെ ആദ്യം പറയാം. അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകൾ അല്ലാഹു തആല പറയുന്നു, അതിൽ ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ലഹു അദ്ലുൻ, ഒരു പൊതുഭരണം ഏറ്റെടുത്ത ഭരണാധികാരി. ആ ഭരണത്തിൽ അയാൾ നീതി നിർവഹിക്കുന്നവനാണ്, അനീതി കാണിക്കുന്നില്ല. എല്ലാവരോടും തുല്യനീതി പ്രകടിപ്പിക്കുന്ന ഭരണാധികാരി. ആ ഭരണാധികാരി മരിച്ച റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോ അവന്റെ ഭരണത്തിൽ നീതി പുലർത്തിയത് കൊണ്ട് റബ്ബ് കൊടുക്കുന്ന ബഹുമതി അർശിന്റെ തണൽ എന്ന് പറയുന്ന ബഹുമതിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നീതിമാനായിരിക്കണം ഭരണാധികാരി. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, രാജാവ് എന്നൊന്നും മാത്രം അർത്ഥമല്ല അതിന്. ഒരു സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി പോലും അങ്ങനെയാണ്. നീതി ബോധമുള്ളവനാകണം. ഒരു മുനിസിപ്പൽ കൗൺസിലറായി പ്രവർത്തിക്കുന്നവൻ, ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി, ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതി, ഒരു സംഘടനയുടെ ഭരണസമിതി, എല്ലാവരും, ഒരു പള്ളിയുടെ ഭരണസമിതി, എല്ലാവരും നീതി പുലർത്തുന്നവരാകണം. അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരാകരുത്. അവർക്ക് റബ്ബിന്റെ മഹ്ശറയിൽ തണലില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാകാം. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ നീതിരഹിതമായി ചെയ്തു പോകരുത്. എന്തുകൊണ്ടെന്നറിയുമോ? 3 വിഭാഗം ആളുകളുടെ ഇബാദത്ത് അല്ലാഹു തള്ളിക്കളയും, സ്വീകരിക്കാതെ. അവരെ നോമ്പ് തള്ളിക്കളയും, നിസ്കാരം തള്ളിക്കളയും, മറ്റുള്ള എല്ലാ അമലുകളും തള്ളിക്കളയുന്നതിൽ ഒരു വിഭാഗം ആരാണെന്നറിയുമോ? മൂന്ന് വിഭാഗം ആളുകളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അതിൽ ഒന്നാമത്തെ ആള് റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. ജനങ്ങൾ ഇഷ്ടപ്പെടാതെ അധികാരത്തിൽ കയറിയ ഭരണാധികാരിയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് രാജപദവി ഏറ്റെടുക്കാൻ വേണ്ടി മഹാന്മാരായ ഉലമാക്കളിൽപ്പെട്ട പല ആളുകളോടും പഴയ കാലങ്ങളിൽ സലഫുസ്സാലിഹികളുടെ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ അവര് അത് ഏറ്റെടുക്കാൻ തയ്യാറാകാതെ നടന്നത്. ഒരു കാലിപ്പടി പോലും ഏറ്റെടുക്കാൻ മഹാന്മാര് തയ്യാറായില്ല. കാരണം നീതി പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കലുള്ള ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ലാ തസ്അൽ ലിമാറ, അധികാരം ചോദിച്ചു വാങ്ങരുത്. അത് നീ ചോദിക്കാതെ നിനക്ക് കിട്ടിയാൽ റബ്ബിന്റെ സഹായം നിനക്കുണ്ടാകും. ചോദിച്ചാണ് നീ വാങ്ങിയതെങ്കിലോ അള്ളാഹ് നിന്നെ ദുനിയാവിൽ കഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ഭരണാധികാരികൾ ശരിക്കും നീതി പുലർത്തണം. അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ പൊരുത്തമുള്ള ആളുകൾ കുറഞ്ഞു പോകുന്നതിന്റെ അടയാളം തന്നെ പറഞ്ഞത് നീതിയുള്ള ഭരണാധികാരികൾ ഇല്ലാതെ പോവുക എന്നുള്ളതാണ്.
അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാന്റെ പൊരുത്തമുണ്ട് എന്നതിന്റെ അടയാളം രണ്ടടയാളങ്ങളാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. ഒന്നാമത്തെ അടയാളം നീതിമാന്മാരായ ഭരണാധികാരികൾ നമ്മുടെ ഭരണത്തിൽ വരലാണ്. രണ്ടാമത്തെ അടയാളം ആവശ്യമുള്ള മഴ ആവശ്യമുള്ള സമയത്ത് കിട്ടലാണ്. ഇത് രണ്ടും കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം റബ്ബിന് പൊരുത്തപ്പെട്ടവരാകണം. റബ്ബിന് പൊരുത്തപ്പെട്ടവരല്ല നമ്മളെങ്കിൽ അല്ലാഹു തആല നീതി നിർവഹിക്കാൻ ബോധമില്ലാത്ത ഭരണാധികാരികളെ തരും. മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടാതെ പോകും. അത് രണ്ടും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മൾ ഗുണമില്ലാണ്ടായി, നമ്മൾ മോശക്കാരായത് കൊണ്ടാണ്. അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ഈ രണ്ട് അപകടങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരില്ല. അതുകൊണ്ട് അല്ലാഹു തആല അർശിന്റെ തണലിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒന്നാമത്തെ വിഭാഗം നീതിമാന്മാരായ ഭരണാധികാരികളാണ്. രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? ജീവിതത്തിന്റെ മനോഹരമായ ഘട്ടമാണല്ലോ യൗവനം എന്നറിയപ്പെടുന്നത്, യുവത്വം എന്നറിയപ്പെടുന്നത്. എന്റെ സദസ്സിൽ എന്റെ വയല് കേൾക്കുന്ന ഒരു 40 വയസ്സിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആളുകളുണ്ടെങ്കിൽ, പെണ്ണുങ്ങളുണ്ടെങ്കിൽ, ആണുങ്ങളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. എല്ലാ യുവതി യുവാക്കൾക്കും അല്ലാഹു തആല നാളെ അർശിന്റെ തണൽ കൊടുക്കും. അല്ലാഹു അതിനെ ഗുണപ്പെടുത്തി തരട്ടെ. എങ്ങനെയുള്ള എല്ലാവരും എന്നറിയുമോ? യുവാക്കളായത് കൊണ്ട് രക്ഷയില്ല. പിന്നെ എന്ത് വേണം? ആ യൗവനം അല്ലാഹ്ക്ക് വേണ്ടി ചെലവഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വമൻ മശാബിത്തുഖാ ഫില്ലാഹി ലാ ബിളലാലി. എന്റെ ആരോഗ്യം, എന്റെ യൗവനം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിഅമത്താനി മഖബൂനു ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അല്ലാഹു തആല മനുഷ്യന് അമൂല്യമായ 2 അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നതിൽ പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അമൂല്യമായ 2 അവസരങ്ങൾ അല്ലാഹു തആല എല്ലാ മനുഷ്യനും കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നതിൽ പലരും തളർന്നു പോയിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഒന്ന് അസ്സഹത്തു, അവന്റെ യൗവന കാലഘട്ടമാണ്. വൽ ഫറാഗ്, മറ്റൊന്ന് അവന്റെ ഒഴിവ് സമയങ്ങളാണ്. അത് രണ്ടും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. എന്നാൽ അല്ലാഹുവിന്റെ അടുത്ത് രക്ഷയുണ്ട്, അർശിന്റെ തണലുണ്ട്. റബ്ബിന്റെ മുമ്പിൽ യൗവനം ദീനിനു വേണ്ടി ചിലവഴിച്ച ഇബാദത്തിന് വേണ്ടി ഞാൻ ഒരൊറ്റ തഹജ്ജുദും എന്റെ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഒരു തഹജ്ജുദും ഒഴിവാക്കിയിട്ടില്ല. അന്ന് എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉണരാമായിരുന്നു. എന്റെ ശരീരത്തിന് വേദനയില്ലായിരുന്നു, എന്റെ കണ്ണിന് കാഴ്ചക്കുറവില്ലായിരുന്നു, എനിക്ക് നടക്കാൻ പ്രയാസമില്ലായിരുന്നു, എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഒരൊറ്റ തഹജ്ജുദും ഒഴിവാക്കിയിട്ടില്ല എന്ന് ഈ സദസ്സിലിരിക്കുന്ന ഒരു യുവാവിന് യുവതിക്ക് പറയാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട അനുജ, നമ്മൾ രക്ഷപ്പെട്ടു റബ്ബിന്റെ അർശിന്റെ തണൽ കൊണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ബലഗ റജുലു 40 സന, ഒരു മനുഷ്യന്റെ ആയുസ് 40 വയസ്സിലെത്തുമ്പോ നാദാ മുനാദിൻ ഫിസ്സമായി, ആകാശ ലോകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും. നമ്മൾ ഓരോരുത്തരുടെയും വയസ്സ് 40 കറക്റ്റ് ആകുമ്പോ ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും. എന്താ പറയുന്നത്? ഖദ്ദനാ, നിന്റെ മരണം അടുത്തിരിക്കുന്നടോ, ഇനി അധിക കാലം നിനക്ക് ജീവിതമില്ല, അതുകൊണ്ട് ഫഅഇദ്ദ സാദാ, ഒരുക്കി വെച്ചോളൂ എന്ന് പറയുമെന്നാണ്. അല്ലാഹു അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നവരിൽ നമ്മളെ പെടുത്തുന്നത്. അല്ലാഹു തആല വിളിച്ചു പറയിപ്പിക്കാൻ ആകാശത്ത് ഒരു മലക്കിനെ കൊണ്ട്, ഖദ്ദന, നിന്റെ മരണം അടുത്തിരിക്കുന്നു, ഇനി അധികം സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്റായി, ഇനി എല്ലാം കെട്ടൊക്കെ റെഡിയാക്കി വെച്ചോളൂ, പോരേണ്ട സമയമായിരിക്കുന്നു. അപ്പോ അതിനു മുമ്പാണ് നമ്മൾ ഒരുങ്ങേണ്ടത്, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ബലഗ റജുലു 40 സന, 40 വയസ്സാകുമ്പോഴത്തേന് ഒരു മനുഷ്യൻ വലം യഗ്ലിബ് ഖൈറുഹു അലാ ശർരി, നന്മ കൊണ്ട് തിന്മയെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 40 വയസ്സിന് മുമ്പ് ചെയ്ത അമലുകൾ മൊത്തം നമ്മൾ ഒന്ന് ഇത് കണക്കൂട്ടി വെക്കുമ്പോ തിന്മയേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നന്മ ചെയ്തിരിക്കുന്നു. എന്നാൽ നമുക്ക് സമാധാനിക്കാം. ഇല്ലെങ്കിലോ 40 വയസ്സിന് മുമ്പുള്ള ജീവിതത്തിൽ നമ്മൾ നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് ചെയ്തു പോയതെങ്കിൽ നമ്മളെ അന്വേഷിച്ചു കൊണ്ട് ഒരാൾ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരായിരിക്കും വരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയാം, വരുന്നുണ്ട് ഒരാൾ, നിങ്ങളെ അവന്റെ കക്ഷിയിൽ മെമ്പറാക്കാൻ വേണ്ടി വരിക. ആരായിരിക്കും വരുന്നത്? ആരാണ്?
അള്ളാന്റെ റസൂൽ പറയുന്നു അവന്റെ അടുക്കലേക്ക് ഇബ്ലീസ് അവനെ അന്വേഷിച്ചു വരും. 40 വയസ്സാകുമ്പോ അതുവരെയുള്ള ജീവിതം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ നന്മയേക്കാൾ തിന്മയേക്കാൾ നന്മ കൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓരോ ആണിന്റെയും പെണ്ണിന്റെയും 40ാമത്തെ വയസ്സിൽ നന്മയേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തവരാണെങ്കിൽ അല്ലാഹു തആല അവന്റെ മുമ്പിലേക്ക് ഇബ്ലീസിനെ പറഞ്ഞു വിടും. കാരണം അല്ലാഹു പറയും, ഇനി അവനെ എനിക്ക് ആവശ്യമില്ല, നീ എടുത്തോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇബ്ലീസ് വന്നിട്ട് ചെയ്യുന്ന പണി അവനെ വന്ന് കണ്ടിട്ട് ഫഖബ്ബലഹു ബൈന ഐനൈഹി, രണ്ട് കണ്ണിന്റെ ഇടയിലുള്ള നെറ്റിത്തടത്തിൽ ഇബ്ലീസ് നല്ല ഒരു ചുംബനം കൊടുക്കും. ഇബ്ലീസിന്റെ ഒരു ചുംബനം, 40 വയസ്സാകുമ്പോൾ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം. എന്നിട്ട് ഇബ്ലീസ് അവനെ ഹസ്തദാനം ചെയ്യും. എന്നിട്ട് അവനോട് പറയും, ഖദ് ഫദൈത നഫ്സ, നിന്റെ ശരീരവും ജീവിതവും നീ എനിക്ക് തന്ന് സമർപ്പിച്ച ആളാണ്, അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. ലാ യുഫ്ലിഹു അബദാ, ഇനി നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതാണ് യൗവനത്തിന്റെ പ്രത്യേകത. യുവത്വം നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. റബ്ബ് നോക്കുകയാണ്, നിനക്ക് ആരോഗ്യം തന്നു, ഒരു രോഗവുമില്ല, ഏത് ഭക്ഷണവും നിനക്ക് കഴിക്കാനുള്ള ആഫിയത്ത് തന്നു. ഇപ്പൊ എനിക്ക് തണുത്ത വെള്ളം കുടിച്ചുകൂടാ, പക്ഷേ ഒരു 30 കൊല്ലത്തിന് 30 വയസ്സിന് മുമ്പ് ഞാൻ ഐസ് കട്ട കടിച്ച് തിന്നാറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അധികം മധുരമുള്ള ഭക്ഷണം കഴിച്ചുകൂടാ. ഒരു സമയത്ത് എനിക്ക് പഞ്ചസാരക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ പഞ്ചസാര തന്നെ കടിച്ചു തിന്നുമായിരുന്നു. ഇപ്പൊ നമുക്ക് പലർക്കും കൊഴുപ്പുള്ള ഭക്ഷണം പ്രശ്നമാണ്. പക്ഷേ ഒരു കാലത്ത് നമുക്ക് ഏത് ഭക്ഷണമായാലും നമ്മളെ ഇങ്ങോട്ട് കടിക്കാത്തതിനൊക്കെ നമ്മൾ കയറി കടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നില്ലേ നമ്മുടെ ജീവിതം? ആ ഒരു ആരോഗ്യം ആര് തന്നതാണ്? പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, പ്രായം ചെന്നവരാലോചിക്കണം. നമ്മുടെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയി. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. പിശാച് ചുംബിച്ച ഒരു നെറ്റിത്തടമാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ഭയപ്പെടണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് 40 വയസ്സ് വരെയുള്ള കാലമാണ് ഏറെ കരുതലോടെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചെലവഴിച്ചാൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഒരു സമ്മാനം തരും. നാളെ മഹ്ശറിൽ എത്തുമ്പോ അത് റബ്ബിന്റെ അർശിന്റെ തണലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ നീ വെയിലേറ്റുകൊണ്ട് പൊരിയണ്ട, അവിടെ നീ വെയിലിന്റെ നരകത്തിന്റെ ആവിയേറ്റുകൊണ്ട് പൊള്ളണ്ട, അവിടെ നീ വിയർപ്പിൽ മുങ്ങണ്ട, നീ പോയിട്ട് അർശിന്റെ താഴ്ഭാഗത്ത് വിശ്രമിച്ചുകൊള്ളൂ എന്ന് യൗവനം യുവത്വം അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചവരോട് അല്ലാഹു തആല നാളെ മഹ്ശറിൽ വെച്ച് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് ഭക്ഷണം പറ്റുന്ന ഒരു കാലം കഴിഞ്ഞു പോയില്ലേ? ഫസഗലി യസ്റാബു വകുന്തു ഖബല അകാദു ഔസു ബിൽ മാഇൽ ഫുറാതി. പടച്ചവനെ, നല്ല തണുത്ത വെള്ളം എന്റെ തൊണ്ടയിലേക്ക് ഒഴിക്കുമ്പോ ഇപ്പോൾ എനിക്ക് തൊണ്ടവേദന വരുന്നു, ശബ്ദം അടച്ചു പോകുന്നു. പക്ഷേ ഒരു കാലത്ത് ഏത് തണുത്ത വെള്ളവും എനിക്ക് സുഖമായി കുടിക്കാവുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ഞാൻ നിന്നെ മറന്നുകൊണ്ടാണ് ആറാടിയത്. റബ്ബേ, അന്ന് എന്റെ ആരോഗ്യം നിനക്ക് വേണ്ടി ചെലവഴിച്ചില്ലോ എന്ന് നാളെ മഹ്ശറിൽ വെച്ച് മനുഷ്യനവന്റെ വിരൽ തുമ്പിൽ കടിച്ചുകൊണ്ട് വിലപിക്കുന്ന കാലം വരുന്നുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് 7 വിഭാഗങ്ങൾക്ക് അർശിന്റെ തണൽ കൊടുക്കുമ്പോൾ 1 നീതിമാനായ ഭരണാധികാരിയാണ്, 2 യൗവനം ആരോഗ്യം അല്ലാഹുവിന്റെ താഴത്തിൽ ഇബാദത്തിൽ ചെലവഴിച്ചവരാണ്, 3ാമത്തേതോ ഖൽബുഹു യഹ്വിൽ മസാജിദ ദായിമാ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സബാലി. ഒഴിവും കഴിവുമുള്ള സമയത്ത് പള്ളിയിലെ ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കുന്ന മനസ്സുള്ള ആളുകളാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു തരട്ടെ. പെണ്ണുങ്ങൾക്ക് അതിലിടമുണ്ടോ? ഉണ്ട്. പള്ളിയിലെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ, പള്ളിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നവർ. അല്ലാഹുവേ, എന്റെ നാട്ടിലെ പള്ളി, എന്റെ നാട്ടിലെ പള്ളി, പള്ളിയിൽ ബാങ്ക് കൊടുത്തില്ലല്ലോ, പള്ളിയിൽ ജമാഅത്തിന് ആളില്ലാതെയായി പോകുമോ, പള്ളിയിൽ വെള്ളമില്ലാതെയായി പോകുമോ, പള്ളിയിലെ മോട്ടർ കേട് വന്നിട്ട് ഞാൻ നന്നാക്കി കൊടുത്തില്ലല്ലോ, പള്ളി ചോർന്നൊലിച്ചിട്ട് ഞാൻ അതിന്റെ ചോർച്ച മാറ്റി കൊടുത്തില്ലല്ലോ എന്നിങ്ങനെ റബ്ബിന്റെ പള്ളിയെ കുറിച്ചുള്ള ചിന്ത കൽബിൽ കൊണ്ട് നടക്കുന്നവരാരോ അവർ നാളെ റബ്ബിന്റെ അടുക്കൽ വരുമ്പോ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് അല്ലാഹുക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യന്റെ മുഅ്മിനത്തായ പെണ്ണിന്റെ ഖൽബ് റബ്ബേ എന്റെ നാട്ടിലെ പള്ളി ആ പള്ളിക്ക് അവിടെ ചോർതൊലിച്ചപ്പോൾ അതിനെ ചോർച്ച മാറ്റാൻ എന്നോട് സംഭാവന ചോദിച്ചപ്പോൾ കൊടുത്തില്ലല്ലോ പള്ളിയിലെ ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പള്ളിയുമായി നമ്മുടെ ഖൽബ് എപ്പോഴും വികാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടോ അവര് മരിച്ചു ചെല്ലുമ്പോ ആ വിചാരങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാണ് അർശിന്റെ തണലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി മൂന്നാമത്തെ വിഭാഗം അവരാണെങ്കിൽ നാലാമത്തേത് വശബസാനി ഫില്ലാഹിൽ കരീമി തഹബബ ബിഹാൽ ഇഫ്തിറാഖിൻ മിൻഹുമാ വബിസാലി രണ്ട് സുഹൃത്തുക്കളാണ് പരസ്പരം അവരെ ഇണങ്ങിയിരിക്കുന്നു എന്തിന്റെ കാര്യത്തിൽ ഒരു പെണ്ണിനോട് മറ്റൊരു പെണ്ണിന് വല്ലാത്ത സ്നേഹമാണ് എന്തുകൊണ്ട് അവള് അള്ളാനെ മറന്നുകൊണ്ട് ഒരു കളിയും കളിക്കാറില്ല കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന പെൺകുട്ടിയാണ് കൃത്യമായിട്ട് എല്ലാ മതപഠന ക്ലാസുകളിലും പങ്കെടുക്കുന്നവളാണ് വേണ്ടാത്ത ഒരു പരിപാടിക്കും അവൾ പോകാറില്ല അങ്ങാടിയിൽ അവൾ അങ്ങനെ ഇറങ്ങി പോകാറില്ല അവളുടെ തലമുടിയുടെ ഒരു നാല് പോലും പുറത്തു കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കാറില്ല അവളുടെ ശരീരം മറ്റുള്ളവർക്ക് കാണാനോ തൊടാനോ അനുഭവിക്കാറില്ല അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ പെണ്ണിനെ അവളുടെ ആ ദീനിയായ ചിത്ത കണ്ട് മറ്റൊരു പെണ്ണ് സ്നേഹിക്കുന്നു സ്നേഹം എന്തിന്റെ പേരിലാണ് അവളുടെ ദീന് കണ്ടുകൊണ്ടാണ് അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ അത് ദീനിന്റെ പേരിലുള്ള സ്നേഹമാണ് അങ്ങനെ സ്നേഹിക്കുന്നവർക്കും രണ്ടുപേർക്കും അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ് ദീനുള്ള തഖ്വയുള്ളവരെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കും അത് മാത്രമല്ല അങ്ങനെ ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുന്നതിനിടയിൽ എപ്പോഴോ ഒരിക്കൽ അവൾ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത എന്തോ ഒന്ന് ചെയ്തു എന്ന വിവരം നമ്മൾ അറിഞ്ഞു അത് സത്യമാണ് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ അതോടുകൂടി ആ സ്നേഹബന്ധം നമ്മൾ നിർത്തുകയും ചെയ്തു അപ്പൊ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് സ്നേഹം നിർത്തിയതും അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹം ആ ബന്ധം മുറിക്കുകയും ചെയ്ത ആളുകൾ അള്ളാഹിനെ വെറുപ്പിക്കുന്ന പണിയെടുത്തു എന്നറിഞ്ഞപ്പോൾ അതോടുകൂടി നമ്മൾ ബന്ധം ഒഴിവാക്കി കാരണം അവരുടെ കൂടെ കൂടിയാൽ ഞാനും കൂടി നശിക്കുമെന്ന തോന്നലാണ് അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുകയും അടുക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി പിരിയുകയും ചെയ്തവരാരോ അവർക്കും നാളെ റബ്ബിന്റെ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി മറ്റൊന്ന് അഞ്ചാമത്തെ وإني أخاف الله من قال عندما دعت ذات عالم منصب وجمال തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഒരുപാട് നമ്പറുകളുണ്ട് അതിൽ പെണ്ണുങ്ങളുടെ നമ്പറുണ്ട് ആണുങ്ങളുടെ നമ്പർ പെണ്ണിന്റെ കയ്യിലുണ്ട് പെണ്ണിന്റെ കയ്യിൽ ആണിന്റെ നമ്പറുണ്ട് വികാര താഴ്ചകളിൽ ഭർത്താവില്ലാത്ത ഭർത്താവിന്റെ അഭാവകാലങ്ങളിൽ ഭാര്യ ഒറ്റക്കുള്ള ജീവിതങ്ങളിൽ ഏതോ ഒരു അന്യപുരുഷൻ നമ്മുടെ മൊബൈലിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ആ വിളി അറിയുന്നില്ല ആളെ നമുക്കറിയാം ഇന്ന ആളാണ് വിളിക്കുന്നതെന്ന് ആ സമയത്ത് നമ്മുടെ മനസ്സ് പറയുന്നു പടച്ചോനെ ഇത് നിന്റെ ശിക്ഷ കിട്ടാറുള്ള ബന്ധമാണെന്ന് കരുതി ആ ബന്ധം എങ്ങനെ വിച്ഛേദിക്കുന്നുവോ ആ ബന്ധം എങ്ങനെ മുറിച്ചു കളയുന്നുവോ അള്ളാഹനെ പേടിച്ചുകൊണ്ട് അഹിതകരമായ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നവർക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ് ഹദീസ് പറഞ്ഞത് തറവാടിത്തവും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ് അവളുടെ വികാര ശമനത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഒരു പുരുഷനെ വിളിച്ചാൽ അവൻ പറയണം ഇന്നി അഖാഫുല്ലാഹ് പേടിക്കുന്നു നീ എന്തായി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിന്റെ പ്രേരണയിൽ നിന്ന് ഒരു പുരുഷനും മാറി നിൽക്കാൻ കഴിഞ്ഞാൽ ആ മാറി നിൽക്കുന്ന കാരണം കൊണ്ട് റബ്ബ് അവനിക്ക് കൊടുക്കുന്ന നാളെ ആഖിറത്തിൽ അർശിന്റെ തണലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്നി യഖാഫുല്ലാഹ് അല്ലാഹനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുക ജനങ്ങൾ അറിയുമെന്ന് ഭയപ്പെട്ടുകൊണ്ടല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവൾക്ക് മൊഞ്ചില്ലാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുപോലെ തലതിരിഞ്ഞ് നടക്കുന്ന ഒരു നടപ്പുകാരിയാണ് അതുകൊണ്ടല്ല നല്ല കുലീനമായ തറവാട്ടുകാരി സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഒരു നിമിഷം നിന്നെ അവളുടെ വികാര ശമനത്തിന് വേണ്ടി വിളിച്ചു എന്റെ അങ്ങനെ ഹദീസ് പറയാൻ കാരണം പെണ്ണ് വിളിച്ചു ആണ് വിളിച്ചാലോ വ്യഭിചാരത്തിന് കളം ഒരുക്കുന്നതിൽ ആദ്യം മുൻകൈ എടുക്കുന്ന വിഭാഗമാരാ
എന്തുകൊണ്ട് ഖുർആനിൽ പറഞ്ഞു? ഖുർആനിൽ ശിക്ഷ നടപ്പിൽ വരുത്തേണ്ടത് പറഞ്ഞു. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിക്കുന്ന പെണ്ണിനെയും വ്യഭിചരിച്ച ആണിനെയും വജ്ദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, നിങ്ങൾ 100 അടി അടിക്കണേ എന്ന ശിക്ഷ പറഞ്ഞു. അവിടെ ആദ്യം പറഞ്ഞത് ആരെയാണ്? പെണ്ണിനെയാണ്. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിച്ച പെണ്ണിനെയും വ്യഭിചരിച്ച ആണിനെയും എന്നാ ഖുർആൻ പറഞ്ഞു. അതേ സ്ഥാനത്ത് കളവിന്റെ കേസ് പറഞ്ഞിടത്ത് അല്ലാഹു തആല വ്യഭിചാരത്തിൽ ആദ്യം പെണ്ണിനെയാണ് പറഞ്ഞത്. കളവിന്റെ കേസ് പറഞ്ഞിടത്തോ അസ്സാരിഖു വസ്സാരിഖത്തു, കട്ട ആണിനെയും കട്ട പെണ്ണിനെയും അവരെ കൈ നിങ്ങൾ മുറിച്ചു കളയണമെന്ന് വിധി പറഞ്ഞു സൂറത്തുൻ നൂറിൽ. മനസ്സിലായില്ലേ? അപ്പോ കളവിന്റെ കാര്യത്തിൽ ആണിനെയാണ് മുൻഗണന കൊടുത്തത്, വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ. അപ്പോ കക്കുന്നതിൽ ആരാണ് മുൻപന്തിയിൽ? ആണുങ്ങളും വ്യഭിചരിക്കുന്നതിൽ. കാരണം പെണ്ണവളുടെ മേനി കാണിക്കുന്നത് കൊണ്ടാണല്ലോ ആണ് ആപതിച്ചു പോകുന്നത്. പെണ്ണ് അവളുടെ സൗന്ദര്യമൊക്കെ പ്രകടിപ്പിച്ചിങ്ങനെ അങ്ങാടിയിൽ ഇറങ്ങി നടക്കുന്നോണ്ടാണല്ലോ നിരപരാധികളായ ആണുങ്ങൾ വ്യഭിചാരത്തെ കുറിച്ച് ആലോചിച്ചു പോകുന്നത്. അതുകൊണ്ട് വ്യഭിചരിക്കുന്നതിൽ മുൻപന്തിയിൽ പെണ്ണുങ്ങളാണ്, അവരാണ് അത് അവസരം ഒരുക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പെണ്ണുങ്ങളെ. അതുകൊണ്ടാണ് ഒരു പെണ്ണ് ഒരാണിനെ വിളിക്കാൻ ആ സമയത്ത് ആണ് പറയേണ്ടത്, ഈമാനുള്ള പുരുഷൻ പറയേണ്ടത് ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ നിനക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ തരും. ആറാമത്തെ വിഭാഗം ആരാണെന്ന് അറിയുമോ? മുതസദ്ദിഖുൻ തസദ്ദഖലം യകുൻ ബിമാ ഫഖതയുനാഹു ഇൽമ ശിമാലി. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ആളുകൾ അറിയാൻ വേണ്ടിയാകരുത്, ജനങ്ങളുടെ ഇടയിൽ കീർത്തിയും പേരും വരാൻ വേണ്ടിയാകരുത്. ആരും അറിയാതെ രഹസ്യമായി ധർമ്മം ചെയ്യുന്ന ആളുകൾ അല്ലാഹു നമ്മളെയൊക്കെ അതിൽ പെടുത്തി തരട്ടെ. കൊടുക്കുന്നത് ആരും അറിയാതെ കൊടുക്കുന്നവർ, പരസ്യമാക്കാതെ കൊടുക്കുന്നവർ, സന്നദ്ധ സംഘടനകളും അതേപോലെ തന്നെ സാംസ്കാരിക വേദികളും ഒക്കെ ഇനി മുതൽ പെരുന്നാൾ കിറ്റ് കൊടുക്കാൻ തുടങ്ങും, റമദാൻ കിറ്റ് കൊടുക്കാൻ തുടങ്ങും. അതൊക്കെ പത്രത്തിൽ എങ്ങനെ വരാനും തുടങ്ങും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. കൊടുക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. വാങ്ങുന്നവനും കൊടുക്കുന്നവനും അല്ലാഹുവല്ലാതെ നാലാമതൊരാളത് അറിയാൻ പാടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കൊടുക്കുന്നവൻ അറിയും, വാങ്ങുന്നവൻ അറിയും, പിന്നെ ആരും അറിയും? അല്ലാഹു അറിയും. നാലാമത്തെ ഒരാൾ അറിയരുത്. അങ്ങനെ കൊടുക്കുന്നവർക്ക് അല്ലാഹു തആല രഹസ്യമായ ധർമ്മം ചെയ്യുന്നവർക്ക്, രഹസ്യമായി സദഖ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് അർശിന്റെ തണലാണ്. അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഇത് റമദാൻ മാസമാണല്ലോ, അതൊക്കെ വളരെ വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. സമയത്തുള്ളവ കൊണ്ട് ചുരുക്കുകയാണ്. ഏഴാമത് അർശിന്റെ തണൽ കിട്ടുന്നവർ ففعلت به عيناه خوفا نكالي. വീട്ടിൽ നോമ്പ് കാലത്ത് അത്താഴം വിളമ്പി ഭർത്താവിനും മക്കൾക്കൊക്കെ കൊടുത്ത് അവരെയൊക്കെ പള്ളിയിലേക്ക് അയച്ചതിന് ശേഷം വുളൂ ചെയ്തിട്ട് നമ്മളൊരു സ്വകാര്യ റൂമിലേക്ക് കയറുക, വാതിലങ്ങ് അടച്ചു കളയുക, ലൈറ്റങ്ങ് അടച്ചു കളയുക, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഇരുന്നു കൊണ്ട് കൈ രണ്ടും മേൽപോട്ട് ഉയർത്തിയിട്ട് പടച്ചവനോട് ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളൊക്കെ ഓർത്തുകൊണ്ട് മാപ്പരത്തുകൊണ്ട് കരയുക. പെങ്ങളെ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുക. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ആര് കരയുന്നുവോ ആ കണ്ണുനീർ തുള്ളിക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാണ് നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയാ. ഒറ്റയ്ക്കിരിക്കണം നമ്മൾ. റമദാൻ മാസമാണല്ലോ, വീട്ടിൽ ആണുങ്ങൾക്കും ചെയ്യാം. ഒരു പ്രൈവറ്റ് റൂമിൽ ഒറ്റയ്ക്കിരിക്കുക. പാതിരാ സമയത്ത് ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഒരുമിച്ചുള്ള ഇരുത്തത്തിന്റെ അലമ്പുകൾ നമ്മുടെ മനസ്സിന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുക. ഒരു റൂമിൽ വടക്കൊക്കെ എടുത്തിട്ട് ഇരുട്ടത്തിങ്ങനെ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ലോകത്തുള്ള അല്ലാഹു നമുക്ക് കണക്കാക്കിയ ഖബർ, മഹ്ശറ, സിറാത്ത്, നരകം ഇതിനെയൊക്കെ ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കണം. പടച്ചോനെ, ഞാൻ നാളെ ഈ രംഗങ്ങളിൽ എവിടെയെങ്കിലും ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയമുണ്ടാകണം. അങ്ങനെ ഓർത്തുകൊണ്ട് ആർക്ക് കണ്ണുനീരൊലിപ്പിക്കാൻ കഴിഞ്ഞോ അവർക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാനായിരിക്കുന്ന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി
പടച്ചവനെ 7 വിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അനുബന്ധമാണ് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ സ്വർഗ്ഗത്തിലെ ഏറ്റവും സുന്ദരമായ ദർബാറിൽ നീ താമസിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്നവരാരാണ്? നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ രാജകീയമായ ദർബാറിൽ പാർപ്പിക്കാൻ നീ തിരഞ്ഞെടുക്കുന്നവരാരാണ്? നിന്റെ തണലല്ലാതെ, നിന്റെ അർശിന്റെ തണലല്ലാതെ, തണലില്ലാതെ മനുഷ്യന്റെ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മഹ്ശറയിൽ അർശിന്റെ തണൽ നൽകാൻ നീ തിരഞ്ഞെടുക്കുന്നവനാരായിരിക്കും പടച്ചോനെ എന്ന് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കാം. ആർക്കാണ് പടച്ചോനെ നീ അർശിന്റെ തണൽ കൊടുക്കുക? ആരെയാണ് നിന്റെ രാജകീയ ദർബാറിൽ താമസിപ്പിക്കുക എന്ന് മൂസാ നബി ചോദിച്ചു. നമ്മൾ പഠിക്കണം, നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാണെന്നാണ് പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞു, ആർക്കാണെന്നറിയുമോ മൂസാ നബിയെ ഞാൻ അർശിന്റെ തണൽ കൊടുക്കുന്നത്? എന്റെ രാജകീയ ദർബാറിൽ താമസിപ്പിക്കുന്നവരാരാണെന്നറിയുമോ? അല്ലദീന ലാ യൻദുറൂന ബിഅയ്യുനിഹിം ഉസ്സിന, കണ്ണുകൊണ്ട് വ്യഭിചാരം ചെയ്യാത്തവർക്കാണ്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അന്യ പെണ്ണുങ്ങളെ നോക്കലാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. കണ്ണുകൊണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ അന്യ പുരുഷന്മാരെ നോക്കാത്തവരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തുൻ നൂറിന്റെ 30-31 ആയത്തുകൾ വീട്ടിൽ പോയിട്ട് ഖുർആൻ ഒന്ന് എടുത്തു നോക്കണം. പെങ്ങളെ ആണുങ്ങളും എടുത്തു നോക്കണം. രണ്ടുപേരെയും വേറെ വേറെ വിളിച്ചുകൊണ്ട് പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. ആണുങ്ങളോട് പറയുന്നു, ആണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ചിമ്മിക്കളയണേ, അന്യ പെണ്ണുങ്ങളെ നോക്കരുതേ, അതുവഴി നിങ്ങളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണേ. തൊട്ടടുത്ത ആയത്തിൽ പെണ്ണിനോട് പറയുന്നു, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, പെണ്ണുങ്ങളെ നിങ്ങളും നിങ്ങളുടെ കണ്ണടച്ചു കളയണേ, അന്യ പുരുഷനെ നോക്കരുതേ, അതുവഴി നിങ്ങളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണേ. ഈ ഖുർആന്റെ കൽപ്പന ആര് അനുസരിക്കുന്നുവോ അവർക്കാണ് മൂസാ ഞാൻ അർശിന്റെ തണൽ നൽകുകയും രാജകീയ ദർബാറിൽ പാർപ്പിടം നൽകുകയും ചെയ്യുന്നതെന്ന് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു വിഭാഗം 7 ആളുകളെ പറഞ്ഞതിന്റെ ഉപരിയാണ് പറയുന്നത്. ഇനി 7 വിഭാഗത്തിൽ അത് കഴിഞ്ഞാൽ 8ാമത്തെ വിഭാഗം ഞാൻ പറഞ്ഞല്ലോ, നോമ്പുകാരാണ്. ആ നോമ്പുകാരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. 9ാമത്തെ വിഭാഗം കണ്ണുകൊണ്ട് വ്യഭിചരിക്കാത്തവർ, വ്യഭിചാരത്തിലേക്ക് കണ്ണുകൊണ്ട് നോക്കാത്തവർ. അവർ കൈകാര്യം ചെയ്യുന്ന ധനത്തിൽ പലിശ കലരാത്തവർ. നമ്മുടെ സമ്പത്തിൽ പലിശ കലരാത്തവർ. ഹറാമിന്റെ ഒരു പൈസയും നമ്മുടെ ധനത്തിൽ കലർന്നു പോകരുത്. അങ്ങനെ കലരാതെ ധനത്തിന്റെ സംശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാരോ അവർക്കും ഞാൻ നാളെ മഹ്ശറയിൽ അല്ലാഹു പറയുന്നു, ഞാൻ അർശിന്റെ തണൽ കൊടുക്കും. അത് മാത്രമല്ല, അവരെ ഞാൻ എന്റെ രാജകീയമായിരിക്കുന്ന ദർബാറിൽ അവർക്ക് താമസം കൊടുക്കുമെന്ന് അല്ലാഹു തആല മൂസാ നബിയോട് പറയാണ്. അപ്പോൾ 1 കണ്ണുകൊണ്ട് വ്യഭിചരിക്കാത്തവർ, 2 ധനത്തിൽ പലിശ കലരാത്തവർ. പലിശ ഒരു വിഷയം നമുക്ക് വരുന്നുണ്ടെന്ന് ബാക്കി പറയാം. 3ാമത് പറഞ്ഞത് ജനങ്ങൾക്ക് നമ്മൾ പല ഉപകാരങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. എന്തൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്? ഹജ്ജിന്റെ ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നു, അതൊരു ഉപകാരം. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ഏതോ ഒരു പാവപ്പെട്ട ഒരു കക്കൂസ് പാസ്സാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചു കൊടുത്തു. അങ്ങനെ ഒരു വീടുണ്ടാക്കാൻ, ഒരു റോഡ് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും ഒരു ഡോക്ടറെ എത്തിച്ചു കൊടുക്കണം, ഒരു ഡോക്ടറെ കിട്ടണം. നമുക്ക് ആ ഡോക്ടറായിട്ട് ബന്ധം നമ്മളൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഇയാൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ചില ആളുകൾ പറമ്പ് വാങ്ങി കൊടുക്കാറുണ്ട്, വീട് വാങ്ങി കൊടുക്കാറുണ്ട്. സ്വന്തമായിട്ട് പോയി സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇടയിൽ ഒരാളെ നിങ്ങളൊന്ന് ആ പറമ്പിനെ പറ്റി സംസാരിച്ച് വാങ്ങിത്തരുമെന്ന് പറയാം. അങ്ങനെ വാങ്ങിക്കൊടുത്താൽ അയാൾ എന്ത് ചോദിക്കാറുണ്ട്? ബ്രോക്കർ പൈസ, അതിന് കൈക്കൂലി കമ്മീഷൻ വാങ്ങും. അത് ഹറാമാണ്, അത് റിബയുടെ ഭാഗമാണ്. മഹാനായിരിക്കുന്ന അത് നമ്മുടെ പലിശ എന്ന വിപത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് പറയാം. കൈക്കൂലി വാങ്ങരുത്, ഒരു സാധനത്തിനും വാങ്ങരുത് കൈക്കൂലി. അതൊക്കെ റബ്ബിന്റെ ഭാഗത്തുള്ള കൂലിയല്ലാതെ ചെയ്ത സേവനങ്ങൾക്ക് പ്രതിഫലം പറ്റരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നാളെ മഹ്ശറിൽ അർശിന്റെ തണൽ കിട്ടുന്ന 10ാമത്തെ വിഭാഗം 9 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 10ാമത്തെ വിഭാഗം ആരാണെന്ന് അറിയുമോ? വലാ യഖുദൂന അലാ അൽകാബിഹിം റിശാ, ചെയ്ത ഉപകാരങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കലുകൾക്കൊന്നും കമ്മീഷൻ വാങ്ങാത്തവരാണ്. കൈക്കൂലി വാങ്ങാത്തവർ, അവർക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആവുന്ന സേവനങ്ങളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കും. നോക്കൂ, നിങ്ങളെ ഹറമിൽ നമ്മൾ ചെന്നാല് നമ്മുടെ ഉംറയുടെ തവാഫ് നിർവഹിച്ചിട്ട് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോകുന്നത് പണ്ടൊക്കെ സംസം കിണറിന്റെ അടുക്കലേക്കായിരുന്നു. ഇന്ന് സംസം കിണർ കാണാൻ കഴിയില്ല, പക്ഷെ സംസം നിറച്ച ബാരലുകളുടെ അടുക്കലേക്കാണ് നമ്മൾ. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളെ കാണാം, വേഗം വന്നിട്ട് ഗ്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് തണുത്തതോ തണുക്കാത്തതോ എന്നൊക്കെ ചോദിക്കും അവരുടെ ഭാഷയിൽ. അപ്പൊ നമ്മൾ തണുത്തത് കൊണ്ട് തണുക്കാത്താണെങ്കിൽ അവരിങ്ങനെ കോരിയിട്ട് നമുക്ക് തരും. ഇയാളെന്നപ്പോ എനിക്ക് വെള്ളം തരണം, ഇയാളാരാ, നിങ്ങളായിരുന്ന പരിചയം നമുക്ക് നമ്മൾ പറഞ്ഞ ഭാഷ അവർക്ക് പോലും അറിയില്ല, ഏതോ രാജ്യക്കാരായിരിക്കാം. ഒരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ഇനി വേണമെന്ന് വേണമെങ്കിൽ ഒന്നും കൂടി എടുത്തു മതിയാകുന്നത് വരെ എടുത്തു. അതൊരു സേവനം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരൻ. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഉദരം എന്ന് പറഞ്ഞാൽ വയറാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ വയറ്റിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പോന്നവരാണെന്ന ബോധത്തോടുകൂടി പരസഹായങ്ങൾ അനിവാര്യമാണ്. എല്ലാവർക്കും വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കൽ മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ ഭവനത്തിലിരിക്കുമ്പോ അബൂജഹലിന്റെ വീട്ടിൽ നിന്നൊരു ജൂതൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന രംഗം അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഒരു ജൂതൻ ഇറങ്ങി വരുന്നു. ജൂതൻ നബിയുടെ അനുയായി അല്ലല്ലോ. ആരുടെ അനുയായി? അബൂജഹലിന്റെ ആളാണ്. അബൂജഹലിന്റെ ആള് അബൂജഹലിന്റെ വീട്ടിൽ നിന്നാണ് കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ഇറങ്ങി വരുന്നത്. പക്ഷേ ജൂതൻ എന്ന് പറയുന്ന മതത്തിനപ്പുറം അല്ലാഹുവിന്റെ റസൂൽ അയാൾ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സഹോദര്യം കണ്ടു. നബി അയാളുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ചോദിച്ചു, മായുബിക്ക് എന്തിനാ കരയുന്നത്? അയാൾ പറഞ്ഞു, ഇലൈക്കാൻ, നീ അങ്ങോട്ട് മാറി നിൽക്കടാ. അയാളെ ദേഷ്യം തീർക്കാൻ അങ്ങോട്ട് മാറി. ആരോട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ സങ്കടം എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു, നിങ്ങളുടെ വിഷയം എന്താണെന്ന് പറ. അപ്പോൾ ആ ജൂതൻ പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ വീട്ടിൽ വളർത്തുന്ന ഒരു വളർത്താട്. ഞാനൊരു ദരിദ്ര കുടുംബമാണ് ഈ മക്കത്ത്. ഒരു ജൂതന്മാരിൽ ഏറ്റവും പാവപ്പെട്ട കുടുംബക്കാരനാണ് ഞാൻ. ആകെ ജീവിക്കുന്നത് എന്റെ കുറച്ച് വളർത്താടുകളെ കൊണ്ടാണ്. അതിന്റെ പാല് കറന്ന് വിറ്റിട്ടും അതിന്റെ കുട്ടികളെ വിറ്റിട്ടുമാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ വീട്ടിൽ ഒരു വളർത്താടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ നേതാവ് അബൂജഹൽ അബുൽ ഹക്കം അവന്റെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നപ്പോൾ അവരെ സൽക്കരിക്കാൻ മാംസമില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി പണം നാളെ തരാമെന്ന് പറഞ്ഞു. ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, പണം തരുന്നില്ല. പലപ്പോഴും ഞാൻ അത് ചോദിച്ചു പോകാറുണ്ട്. നാളെ നാളെ എന്ന് പറഞ്ഞ് എന്നെ മടക്കി വിടാറുണ്ട്. ഇന്ന് എന്റെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ വളരെ വിഷമത്തിലാണ്. ആ ആടിന്റെ പണം കിട്ടിയാൽ എന്റെ കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി ആ പണം ചോദിച്ചു ചെന്നപ്പോ എനിക്ക് തരാനുള്ള അവകാശം എന്റെ നേതാവ് നിഷേധിച്ചു കളഞ്ഞു. നിനക്കങ്ങനെ ഒരു പൈസ ഞാൻ തരാനുള്ള, ഇറങ്ങിപ്പോടാ എന്ന് എന്നോട് പറഞ്ഞു. ഇനിയെങ്ങാനും ഇത് പറഞ്ഞ് ഈ പടി കയറി വന്നാൽ നിന്നെ വെട്ടിക്കൊന്നു കളയുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. എന്റെ അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ സങ്കടമാണ് എന്നെ കരയിപ്പിച്ചു കളഞ്ഞതെന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനത് വാങ്ങിത്തരാം, പക്ഷെ പകുതി എനിക്ക് തരണമെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ അങ്ങനെ പറയാം, അത് ഞാൻ വാങ്ങിത്തരാം, എനിക്ക് ഏതായാലും കിട്ടൂലെന്ന് വിചാരിച്ച പൈസ അല്ലേ, ഞാൻ വാങ്ങിത്തരാം, പക്ഷെ പകുതി എന്താക്കണോ പറഞ്ഞില്ല. അല്ലെങ്കിൽ അതിന്റെ കമ്മീഷൻ തരണമെന്ന് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ വേഗം അതാ ചിന്തിക്കാം, എങ്ങനെയുണ്ട് കുറച്ച് ഓന്റെ പൈസ കേസിലാക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാ ഞാൻ വാങ്ങിത്തരാം. ജൂതൻ പറഞ്ഞു, പറ്റില്ല മുഹമ്മദേ, നിന്റെ തലമുറിക്കാൻ വേണ്ടി വിഷത്താൽ ഊട്ടിവെച്ച ധാരാളം ഖഡ്ഗങ്ങൾ, വാളുകൾ അബുൽ ഹക്കമിന്റെ വീട്ടിൽ സൂക്ഷിപ്പുണ്ട്.
എന്റെ കൺമുമ്പിൽ വെച്ച് അംഗരക്ഷകരില്ലാത്ത നിന്നെ വകവരുത്തുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു അംഗരക്ഷകരും വേണ്ട, നീ വാ, നിന്റെ നിഷേധിക്കപ്പെട്ട അവകാശം ഞാൻ വാങ്ങിത്തരാം. അങ്ങനെ ജൂതന്റെ കൂടെ അള്ളാന്റെ റസൂൽ അബൂജഹലിന്റെ വീട്ടിലേക്ക് കടന്നു. അബൂജഹൽ ആ വീടിന്റെ കോലായിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിനെ കണ്ട ഉടനെ അബൂജഹൽ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അപ്പോൾ ജൂതന്റെ മനസ്സ് കൂടുതൽ ഇടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? വാളെടുത്ത് വെട്ടാൻ വരാനുള്ള ഒരുക്കമാണെന്ന് കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു സങ്കടവുമില്ല, ബേജാറുമില്ല, ഭയവുമില്ല. സധൈര്യം കയറി ചെന്നുകൊണ്ട് ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഇദാ ദഖൽതും ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടേതല്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ ചെന്നാൽ അവിടെ നിങ്ങൾ എന്താക്കണം, ചില അദബുകൾ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു നിന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, അബുൽ ഹക്കമില്ലേ ഇവിടെ? ഒന്നാമത് വിളിച്ചു, ഒച്ച കേട്ടില്ല. ഒന്നും കൂടി വിളിച്ചു, അബുൽ ഹക്കമില്ലേ? രണ്ടാമത് വിളിച്ചു, കേട്ടില്ല. മൂന്നാമത് വിളിച്ചു, ഇല്ലേ? ഒന്ന് പുറത്തു വരുമോ? അബൂജഹൽ വിറച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ചോദിച്ചു, എന്താണ്? ഇയാള് നിങ്ങളുടെ അനുയായിയല്ലേ ഈ പാവപ്പെട്ട ജൂതനത്? ഇയാളുടെ വീട്ടിൽ ഇയാളുടെ കുടുംബം പുലർത്താൻ വേണ്ടി പോറ്റിയിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ അതിഥികളെ സൽക്കരിച്ചു എന്ന കാര്യം സത്യമാണോ? അതെ. അതിന്റെ പണം എന്ന് തരാമെന്നാ നിങ്ങൾ പറഞ്ഞത്. ഞാൻ വൈകുന്നേരം തരാമെന്ന് പറഞ്ഞു. ആ വൈകുന്നേരം കഴിഞ്ഞിട്ട് കുറെ നാളുകളായില്ലേ ആയി. ഇന്ന് അയാൾ വളരെ കഷ്ടത്തിലാണെന്ന് വിവരം നിങ്ങളോട് പറഞ്ഞില്ലേ? അതെ പറഞ്ഞു. എന്തേ പൈസ കൊടുക്കാത്തത്? അത് കൊടുക്കാൻ പറയാനാണ് ഞാൻ വന്നത്. അബൂജഹലിന്റെ കണ്ണിലെ കരടായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉടൻ തന്നെ അബൂജഹൽ അകത്ത് പോയിട്ട് ഒരു പണക്കിഴി എടുത്തു കൊണ്ടുവന്ന് കൃത്യമായ പണം എണ്ണിയിട്ട് ജൂതന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടെ തിരിച്ചു പോരുകയാണ്. ജൂതൻ പിന്നാലെയും വരുമ്പോൾ ജൂതൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കൊല്ലും മറിക്കും എന്നൊക്കെ പറഞ്ഞ അബൂജഹലിന്റെ വീര്യം എവിടെ പോയി? മുഹമ്മദ് ഒറ്റക്കാണല്ലോ കടന്നു വന്നത്, ഒരു അംഗരക്ഷകരുമില്ല. എന്നിട്ട് കൊല്ലാൻ പോയിട്ട് വിരൽ ചൂണ്ടിയൊരു വർത്തമാനം പോലും പറയാൻ കഴിഞ്ഞില്ല. ആലില വിറക്കുന്നത് പോലെ മുഹമ്മദിന്റെ മുമ്പിൽ നിന്ന് വിറക്കുന്ന അബൂജഹലിനെയാണ് കണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന് അതൊന്നും ഒരു പ്രശ്നമല്ല. നബി പറഞ്ഞു, ഇത് ആ ജൂതൻ ചോദിച്ചു, അല്ല മുഹമ്മദ്, നിങ്ങള് എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു മനോഗതി? ഇത് വാങ്ങിത്തരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറ്റൊന്നുമല്ല, എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നത് എന്റെ ദീൻ എന്നെ പഠിപ്പിക്കുന്നത് ഇതുപോലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് അക്രമത്തിനിരയാകുന്ന ആളുകളുടെ അവകാശങ്ങൾ തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ അയാളുടെ കൂടെ നടന്നാൽ അല്ലാഹു തആല ആ നടന്ന കാൽപാദങ്ങൾ നാളെ സിറാത്ത് കടക്കുമ്പോ തെന്നി വീഴാതെ സിറാത്ത് പാലത്തിലൂടെ ഉറപ്പിച്ചു നിർത്തിയിട്ട് അക്കരെ കടത്തി സ്വർഗ്ഗത്തിലെത്തിക്കുമെന്നാണ്. ആ ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ സേവനം ചെയ്തതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ദുനിയാവെന്ന് കമ്മീഷൻ കിട്ടാനല്ല, സിറാത്ത് പാലത്തിൽ നിന്ന് കാല് വരച്ചു പോകാതിരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ജൂതൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി. ഇസ്ലാമിന്റെ പുതിയ മെമ്പർ വന്നു സേവനത്തിന്റെ ഭാഗമായിട്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ആ പണം വാങ്ങി തരാം, നീ ഇങ്ങോട്ട് പോരണം, അതും പറഞ്ഞിട്ടില്ല. കമ്മീഷൻ തരണമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ സ്വമേധയാ നബി ഇത് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല അതിനുവേണ്ടി നടന്ന എന്റെ കാല് സിറാത്ത് പാലത്തിൽ നിന്ന് തെറ്റാതെ നിലനിർത്തുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചെയ്തത്. അത് തന്നെയായിരിക്കണം നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അബൂജഹലിന്റെ വീട്ടിലേക്ക് റസൂൽ കടന്നു പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഒരു കൂട്ടം ജൂതന്മാരെ ഖിമാർ കളിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ ചീട്ടുകളി പോലത്തെ ഒരു കളിയാണ് ജൂതന്മാരെ ഖിമാർ കളി. അവര് വിചാരിച്ചത് അടുത്ത നിമിഷം മുഹമ്മദിന്റെ തല ഇങ്ങനെ വാൾത്തലപ്പിൽ കുത്തിയിട്ട് അബുൽ ഹക്കം നമ്മുടെ മുമ്പിലേക്ക് ആർത്തി ചിരിച്ചു കൊണ്ടോടി വരുന്ന, അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന ജൂതന്മാര് റസൂലുള്ളാഹി നല്ല റാഹത്തോടെ തിരിച്ചു വരുന്ന കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അവർ ഓടി അബൂജഹലിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അല്ല എന്തേ ഇങ്ങനെ ചാൻസ് കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താഞ്ഞത്? അബൂജഹൽ പറഞ്ഞു, നിങ്ങൾക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, മുഹമ്മദ് എന്റെ മുമ്പിൽ വരുമ്പോ രണ്ട് ചുമലിലും രണ്ട് സിംഹങ്ങൾ ഇങ്ങനെ വാ പിളർന്നിരിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞ. അതിൽ ഞാനങ്ങ് പേടിച്ചു പോയി. അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറയുന്നത് അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കമാൻഡിംഗ് പവർ. ചില ആളുകൾക്ക് ഉണ്ടാവുമ്പോൾ ആജ്ഞാശക്തി, പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ചെയ്യാൻ കഴിയാത്ത ചില കഴിവുകൾ ചില ആളുകൾക്ക് ഉണ്ടാവും. അല്ലാഹു തആല നമുക്കൊക്കെ ആ കഴിവും കരുത്തും തരട്ടെ.
അപ്പോ എന്ത് സേവനം ചെയ്യുമ്പോഴും റബ്ബിന്റെ വജഹിന് വേണ്ടിയാകണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് കണ്ണുകൊണ്ട് ഹറാം കാണാത്തവർക്ക്, അതേപോലെ തന്നെ ധനത്തിൽ ഹറാം കലരാത്തവർക്ക്, മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾക്ക് ഔദാര്യം പറ്റാത്തവർക്കാണ് നാളെ എന്റെ അർശിന്റെ തണൽ ഞാൻ നൽകുന്നത് എന്ന് മഹാനായിരിക്കുന്ന ഖലീഫുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അയ്യി റബ്ബി മയ്യവല്ലോ. മഹാനായിരിക്കുന്ന മൂസാ നബി വീണ്ടും ചോദിക്കുകയാണ്, അയ്യ റബ്ബി പടച്ചവനെ, മയ്യവല്ലോ തഹത അർശിക, നിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നീ വിശ്രമം നൽകാൻ തിരഞ്ഞെടുക്കുന്നവ മഹാൻ ഭാഗ്യവാന്മാരാരാണ് അല്ലാഹുവേ. ആർക്കാണ് നീ അർശിന്റെ തണലിൽ? ഇവരല്ലാതെ മറ്റുള്ള ആർക്കെങ്കിലും അർശിന്റെ തണൽ നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് നിന്റെ തണലല്ലാതെ തണലുണ്ടാകില്ലല്ലോ മഹ്ശറയിൽ. പിന്നെ ആർക്കാണ് നീ അർശിന്റെ തണൽ നൽകുക എന്ന് ചോദിച്ചപ്പോ മഹാനായിരിക്കുന്ന മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു, യാ മൂസാ, ഞാൻ തണൽ നൽകുന്ന അല്ലദീന യഊദൂനൽ വല്ലാഹ്, രോഗികളെ സന്ദർശിക്കുന്നവർക്ക് ഞാൻ അർശിന്റെ തണൽ നൽകും. എന്തെങ്കിലും ഒരു പണി നമുക്ക് കൊടുത്തൂടെ? നമ്മുടെ നാട്ടിൽ ധാരാളം രോഗികളുണ്ട്. ആ രോഗികളെയൊക്കെ ഒന്ന് പോയി കാണുക. റമദാൻ മാസമല്ലേ? പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാണാൻ ദീൻ അനുവദിച്ചവരെ ചെന്ന് കാണണം. അന്യപുരുഷന്മാരില്ലാണ്ട് കിടക്കുന്നതിൽ ആരും പോകാൻ പാടില്ല. പെണ്ണുങ്ങൾ എങ്ങനെ പോകാൻ പാടില്ല? കുടുംബത്തിൽ രോഗികൾ ഉണ്ടാകാം. നിങ്ങളെ പോലെയുള്ള സ്ത്രീകൾ തന്നെ രോഗത്തിൽ കിടക്കുന്നവരുണ്ടാകാം. റമദാൻ മാസത്തിൽ അർശിന്റെ തണൽ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകേണ്ട രംഗം ഒന്ന് അല്ലാഹുവിന്റെ രോഗം പിടിപെട്ടുകൊണ്ട് കിടക്കുന്ന ആളുകളെ സന്ദർശിക്കാനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ദിവസം ഒരു രോഗിയെങ്കിലും നമ്മൾ ചെന്ന് കാണണം. എന്തുകൊണ്ടെന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഒരു രോഗിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ, ഇദാ ദഖൽത അലാ മറിയമിൻ, ഒരു രോഗിയുടെ അടുക്കലേക്ക് നീ കടന്നു ചെല്ലുമ്പോ, രോഗം കാണാൻ വേണ്ടി പോകുമ്പോ അവരേറെ സന്തോഷിക്കും രോഗികൾ. കാരണം എന്റെ അടുക്കലേക്ക് വരുന്നല്ലോ ഇവരെന്ന് കരുതി. അങ്ങനെ സന്തോഷിക്കുമ്പോൾ അവര് നമ്മളോട് പറയുന്ന ചില വാക്കുണ്ട്. എന്താ പറയാ? രോഗികൾ ഇങ്ങോട്ട് പറയാ, എന്താ പറയാ? രോഗികൾ ഇങ്ങോട്ടാണ് പറയുന്നത് സാധാരണ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനെയല്ല വേണ്ടത്. പിന്നെയോ, آتِ محمد الوسيلة والفضيلة والدرجة العالية. കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. രോഗികൾ നമ്മൾ കാണാൻ പോകുമ്പോൾ രോഗികളെ കൊണ്ട് നമ്മൾ ദ്വാരപ്പിക്കാൻ, രോഗികൾ നമ്മളോട് ദ്വാരക്കാൻ പറയുമെങ്കിലും രോഗികളെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ദഖൽത അലാ മറിയം,
ഒരു രോഗിയുടെ അടുക്കലേക്ക് നീ സന്ദർശനാർത്ഥം കടന്നു ചെന്നാൽ അവനോട് നീ പറയണം നിനക്ക് വേണ്ടി ദ്വാരക്കാൻ. എന്തുകൊണ്ട്? ഒരു രോഗിയുടെ പ്രാർത്ഥന മലക്കുകളുടെ ദുആ പോലെ അല്ലാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അവരെ നമുക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ രോഗികളെ സന്ദർശിക്കണേ, നിങ്ങൾ അവരോട് പറയണം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. എന്തുകൊണ്ട്? രോഗിയുടെ ദുആ അല്ലാഹു തആല ഉത്തരം കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. രോഗത്തിൽ കിടക്കുന്നവന്റെ ദോഷം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. കാരണം ഒരു രോഗിയുടെ രോഗം മാറുന്നത് വരെ അവൻ ചെയ്യുന്ന പ്രാർത്ഥനകൾ അല്ലാഹു തള്ളിക്കളയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് രോഗികളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. രോഗികളെ സന്ദർശിക്കുന്നവർക്ക് നാളെ എന്റെ അർശിന്റെ തണൽ ഞാൻ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തആല പറയുകയാണ്, റബ്ബിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗമാണ് രോഗികളെ സന്ദർശിക്കുന്നവർ. അല്ലദീന യഊദൂനൽ മർളാ, രോഗികളെ സന്ദർശിക്കുന്നവർ. രണ്ടാമത് യസീഉൽ ഹൽക, മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നവർ, മയ്യത്ത് കുളിപ്പിക്കുന്നവർ, മയ്യത്ത് കഫൻ ചെയ്യുന്നവർ, മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവർ, മയ്യത്ത് മറവാടുന്നതിൽ പങ്കെടുക്കാൻ അനുവാദം കൊടുത്ത പുരുഷന്മാർ, അതുപോലെ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ. ഒരു നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണ് മരിക്കുമ്പോ ആ പെണ്ണിന്റെ മയ്യത്ത് എടുത്ത് കിടക്കാനും അതിന്റെ വസ്ത്രങ്ങൾ മാറ്റിക്കൊടുക്കാനും കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ഒക്കെ പെങ്ങളെ നമുക്കും അധികാരമുണ്ട്. നമ്മളത് ചെയ്യുമ്പോ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ടതിന് മേൽ നിസ്കരിക്കുകയും ചെയ്യണം. അങ്ങനെ നിസ്കരിച്ചു കൊടുത്തുകൊണ്ട് അതിന് നമ്മുടെ പള്ളിയിലേക്ക് യാത്ര അയക്കുന്നത് വരെയുള്ള എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾ പങ്കെടുത്താൽ ആ പങ്കെടുത്തവർക്ക് അല്ലാഹു തആല നൽകുന്ന സമ്മാനം നാളെ പരലോകത്തെ അർശിന്റെ തണലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമത് പറഞ്ഞു, ദുഃഖിതന്റെ ദുഃഖമകറ്റുന്നവർക്കും അല്ലാഹു തആല അർശിന്റെ തണൽ നൽകും. മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുഃഖിതർക്ക് അവരെ അത് തഅസിയത്ത് എന്ന് പറയും, കണ്ണോ. അതല്ലാതെ ഏതെങ്കിലും കാര്യത്തിൽ കടം കൊണ്ട് വിഷമിച്ച് ദുഃഖിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മക്കൾക്ക് രോഗം പിടിപെട്ടുകൊണ്ടുള്ള സങ്കടത്തിൽ കഴിയുകയാണ്, ഏത് നിലക്കുള്ള ദുഃഖം ഒരു മുഅ്മിന്റെ മനസ്സിലുണ്ടോ ആ ദുഃഖം അകറ്റുന്ന പണി നമ്മൾ എടുത്താൽ അല്ലാഹ് നമുക്ക് പകരം തരുന്നത് അർശിന്റെ തണലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി ബഅദൽ ഫറായിദ്, നമ്മൾ ചെയ്യുന്ന ഫർളായ അമലുകൾക്ക് ശേഷം അല്ലാഹുക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഇദ്ഖാലുസ് സുറൂരി അൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ്. നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലൊക്കെ മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ വക നൽകുക, ആരെയും സങ്കടപ്പെടുത്തരുത്, എല്ലാവരെയും സന്തോഷിപ്പിക്കുക. സന്തോഷിപ്പിക്കുന്നവൻ അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആരെയും സങ്കടപ്പെടുത്തരുത്. സങ്കടപ്പെടുന്നവന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു കൊടുക്കുക. മാ മിൻ ശൈഇൻ നസ്ഖല ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസൻ. സൽസ്വഭാവികളായ ആളുകൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയും. സൽസ്വഭാവത്തിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നാളെ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ മീസാനിൽ ഏറ്റവും കൂടുതൽ തൂക്കം കൊടുക്കുന്നത് മനുഷ്യന്റെ സൽസ്വഭാവത്തിനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്രകാരം തന്നെയാണ് കട കഷ്ടപ്പെടുന്ന ആളുകൾ, അവരെ കടക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന്. ഏതെങ്കിലും ഒരാൾ നമ്മളോട് കുറച്ച് പണം കടം വാങ്ങി വീട്ടേണ്ട സമയമായപ്പോൾ അയാൾക്ക് വീട്ടാൻ സാധിക്കാതെ വന്നാൽ നമ്മൾ അയാളെ ദുഃഖിപ്പിക്കരുത്. അവന്റെ കയ്യിൽ പണമില്ലെങ്കിൽ അവരോട് പറയണം, ഒന്നും കൂടി ഞാൻ താമസം ചെയ്ത് തരാം, ഒരാഴ്ച കൂടി ഞാൻ നിനക്ക് തരാം, ബേജാറാകണ്ട, നീ കയ്യിൽ കിട്ടുമ്പോൾ അടച്ചാൽ മതി. ഇപ്പോൾ നിനക്ക് കയ്യിൽ പണമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് എന്റെ കടം വീട്ടേണ്ട കാര്യം ഓർത്തുകൊണ്ട് നീ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കടത്തെ നമ്മൾ പിന്തിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ആ കടം നീ തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല അവർക്കും അർശിന്റെ തണൽ കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എണ്ണി 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 അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അർശിന്റെ തണൽ കിട്ടുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മൻ അറാദ അൻ യുദല്ലഹുല്ലാഹു ബിദില്ലിഹി ഫലാ യകൂന അൽ മുഅ്മിനീന ഖലീലാ. നിങ്ങൾക്ക് റബ്ബിന്റെ അർശിന്റെ തണൽ കിട്ടണമെന്ന മോഹമുണ്ടെങ്കിൽ ആരോടും നിങ്ങൾ പാരുഷ്യ സ്വഭാവത്തോടെ പെരുമാറരുത്. എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറണം. ഭാര്യമാരോട്, മക്കളോട്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് എല്ലാവരോടും നല്ല നല്ല സ്വഭാവത്തിൽ പെരുമാറണം. മുഅ്മിനീങ്ങളോട് കരുണ കാണിക്കുന്നവരാവുകയും ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് അർശിന്റെ തണൽ നൽകുമെന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മദ്രസ റമദാനോട് കൂടി തുറക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഒന്ന് സൂചിപ്പിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 3 തരം മതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന് ഹുബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ മഹബത്ത് വെക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. വഹുബ്ബി അഹ്ലി ബൈതി, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. മറ്റൊന്ന് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് തിലാവത്തുൽ ഖുർആൻ. കുട്ടികൾക്ക് ഖുർആൻ ഓതാനുള്ള പരിശീലനം കൊടുക്കണം. അവർ നന്നായിട്ട് ഖുർആൻ പഠിക്കട്ടെ. അങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്നതിനാണ് പറയുന്നു ഫഇന്ന തിലാവത്തുൽ ഖുർആൻ ഫീ ദില്ലി അർശിർ റഹ്മാൻ. ഖുർആൻ ഓതുന്ന എല്ലാവർക്കും അല്ലാഹു തആല അർശിന്റെ തണൽ നൽകും. യൗമലാദില്ല ഇല്ലാ ദില്ലു, അല്ലാഹുവിന്റെ തണലില്ലാതെ തണലില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ നിത്യവും പതിവായിട്ട് ഒരു കൃത്യമായ കണക്കിൽ ഓതുന്നവരുണ്ടെങ്കിൽ അത് നോമ്പിന് മാത്രമല്ല, നോമ്പല്ലാത്ത കാലത്ത് ഖുർആൻ ഓതി ശീലമുള്ള ആളുകൾ മരിച്ചുറപ്പുന്ന മനസ്സിനെത്തുന്നതോ പേര് കൊണ്ട് പൊരിയേണ്ടിവരില്ല. ഖുർആൻ പറയുന്ന പടച്ചോനെ, ഈ മനുഷ്യൻ എന്നെ പാരായണം ചെയ്ത ആളാണ്, ഇയാളുടെ തലച്ചോറിൽ എന്നെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് നടന്ന ആളാണ്. അതുകൊണ്ട് ആ തലച്ചോറുള്ള തലയോട്ടോടി ചൂട് കൊണ്ട് കൊള്ളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ശഫാഅത്ത് കൊണ്ട് ഖുർആൻ പതിവായി ഓതുന്നവർക്ക് റബ്ബിന്റെ അർശിന്റെ തണൽ ലഭിക്കും. ആരെ കൂടെ എന്നറിയുമ്പോൾ അമ്പിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും ഔലിയാക്കളുടെയും കൂടെ ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ ഇനിയും ഒരുപാട് അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ പറയാണ്ട് ഒരു ദിവസമല്ലേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്സാരമായ ഒരുപാട് കാര്യങ്ങൾ, സാധുക്കളെ സഹായിക്കുക, കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക, രോഗികളെ സന്ദർശിക്കുക, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക, നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കാതിരിക്കുക, സമ്പത്തിൽ ഹറാമ് കലരാതെ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ മറ്റുള്ള ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് സൽസ്വഭാവത്തോടു കൂടി എല്ലാവരോടും പെരുമാറുക. ആരോടും പരുക്ക സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക, സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. ഇവർക്കൊക്കെ അല്ലാഹു തആല നാളെ നൽകുന്ന സമ്മാനം അർശിന്റെ തണലാണ്. പ്രത്യേകിച്ച് യുവതി യുവാക്കൾ നമ്മുടെ യൗവന കാലഘട്ടം അല്ലാഹുവിന്റെ താഴത്തിലും റിളയിലും ചെലവഴിക്കാൻ പ്രതിജ്ഞയെടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി റസൂലിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൽ-അംന യൗമൽ വഈദ് വൽ ജന്നത യൗമൽ ഖുലൂദ് മഅൽ മുഖറബീന السهود الموفين بالعهود والركع السجود إنك رب ملك رحيم غفور ودود. اللهم إنا نسألك الفوز يوم القضاء ومنازل الشهداء وعيش الشهداء ومرافقة الأنبياء والنصر على الأعداء إنك سميع الدعاء. റഹ്മാനായ രാജസയ്യിദായ അൽ-മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നാളെ നിന്റെ മനുഷ്യ ജീവിതത്തിലെ അഞ്ചാമത്തെ ലോകമാകുന്ന മഹ്ശറിലേക്ക് ഞങ്ങളെത്തുമ്പോൾ അല്ലാഹുവേ, നീ അർശിന്റെ തണൽ നൽകുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്റെ മഹത്വങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മഹ്ശറിന്റെ ഭയാനകരമായ ചൂടിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ മക്കളെ
ഞങ്ങളുടെ ജ്യേഷ്ഠാടുമാരെ ജ്യേഷ്ഠത്തിമാരെ ആളുകളെ പെങ്ങളെ അല്ലാഹുവേ ഞങ്ങളെ ഈമാനികമായി സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ ഞങ്ങളുമായി സഹകരിക്കുന്നവരെ അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങൾക്ക് ഇൽമു പഠിക്കുന്ന മേഖലയിൽ സഹായം ചെയ്ത മുഴുവൻ ആളുകളെയും നീ അറസിന്റെ തലത്തിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ നിന്റെ മഹ്ശറിൽ ഞങ്ങൾക്ക് ചൂട് കൊള്ളാനുള്ള കരുത്തിൽ റഹ്മാനേ നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അറസിന്റെ തണൽ ലഭിക്കുന്ന നോമ്പുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ കേവലം ഒരു നാമമാത്ര നോമ്പുകാരാക്കാതെ നോമ്പിന്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ സ്വാഹിബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ ശേഷിക്കുന്ന റമദാനിന്റെ ഓരോ രാവും പകലുകളും കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നൽകണേ രോഗങ്ങൾ സുഖപ്പെടുത്തി തരണേ